കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 5.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 5.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. ഹായ്, വെൽക്കം ടു ലേൺവൈസ്. ലേൺവൈസ് സക്സസ്ഫുള്ളി കണ്ടക്ട് ചെയ്യുന്ന ഒരു സെഷനാണ് ഇഗ്നോ ഫോക്കസ് 5.0 എന്ന് പറയുന്നത്. അതായത് നമ്മൾ എല്ലാവരും ഡിസംബർ TE എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തിരിക്കുന്നവരാണ്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഓരോരോ റെക്കോർഡ് ക്ലാസ് കണ്ടിട്ടും അതുപോലെ തന്നെ നമ്മുടെ ലൈവ് സെഷൻസ് അറ്റൻഡ് ചെയ്തിട്ടും അതുപോലെ തന്നെ നമ്മുടെ മോഡൽ എക്സാം അറ്റൻഡ് ചെയ്തിട്ടും അതുപോലെ നമ്മുടെ എക്സാം സ്പെഷ്യൽ ലൈവ് സെഷൻസ് കണ്ടുകൊണ്ടും അതുപോലെ തന്നെ എല്ലാ അർത്ഥത്തിലും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു നല്ല രീതിയിൽ പ്രിപ്പയർ ആയിട്ട് ഇരിക്കുന്നവരാണ്. അപ്പൊ നമുക്ക് ഇനി വേണ്ടത് നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നിങ്ങൾ ഓൾറെഡി അനലൈസ് ചെയ്തിട്ടുണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ. എന്നിരുന്നാൽ കൂടിയും നമ്മുടെ പാസ്റ്റ് 5 ഇയേഴ്സിലെ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചുകൊണ്ട് ഇഗ്നോ ഫോക്കസ് 5.0 PYQ അൾട്ടിമേറ്റ് അനാലിസിസ് എന്ന് പറയുന്നത് നമ്മുടെ 5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, അതുപോലെ തന്നെ ഏത് ബ്ലോക്കിനാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, ഏത് യൂണിറ്റിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ളത്, അതുപോലെ തന്നെ നമ്മളുടെ 100 മാർക്കിന്റെ എക്സാമും അതായത് 3 അവേഴ്സ് എങ്ങനെ നമ്മൾക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്ന പേപ്പർ എന്ന് പറയുന്നത് നമ്മുടെ UG പേപ്പറായ BRL 101 ഓവർവ്യൂ ഓഫ് റീറ്റെയിലിംഗ് ആണ്. BRL 101 ഓവർവ്യൂ ഓഫ് റീറ്റെയിലിംഗ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഓരോരുത്തരും എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തവരാണ്. അതായത് ഡിസംബർ TE എക്സാമിന് വേണ്ടിയിട്ട് നമ്മുടെ ഏകദേശം നമ്മുടെ റിവിഷനൊക്കെ കഴിഞ്ഞ് എല്ലാം നമ്മൾ സെറ്റായിട്ടിരിക്കുകയാണ്. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് ഒന്ന് റിവൈസ് ചെയ്യുന്ന സമയത്ത് ഏത് ബ്ലോക്കിനാണ് ഇനി നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, അതുപോലെ തന്നെ ആ ബ്ലോക്കിൽ വന്നിട്ടുള്ള ഏത് ക്വസ്റ്റ്യൻ ആണ് ഒരു 10 ടൈംസ് അല്ലെങ്കിൽ 20 ടൈംസ് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ളത് എന്നിങ്ങനെയുള്ള വിശകലനം കൂടിയാണ് നമുക്ക് വേണ്ടത്. അപ്പൊ എന്നിങ്ങനെയുള്ള കാര്യങ്ങളും കൂടിയാണ് നമ്മൾ ഇന്നിവിടെ ഈ സെഷനിൽ അനലൈസ് ചെയ്യുന്നത്. നമ്മൾ ഫസ്റ്റ് പോകുന്നത് ഡോക്യുമെന്റ് റോഡ് മാപ്പിലാണ്. അതായത് റോഡ് മാപ്പ് എന്ന് പറയുന്നത് നമ്മൾ എന്തൊക്കെയാണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഫസ്റ്റ് എന്ന് പറയുന്നത് സിലബസ് മാപ്പിംഗ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓരോരോ യൂണിറ്റിനും ഓരോരോ ബ്ലോക്കിനും എത്രമാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ളതാണ് സിലബസ് മാപ്പിംഗിലൂടെ നമ്മൾ നോക്കുന്നത്. അതുപോലെ തന്നെ എക്സാം പാറ്റേൺ അനാലിസിസ്. ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് 100 മാർക്കിന്റെ എക്സാം ആണ്, 3 അവേഴ്സ് ആണ്. ആ 3 അവേഴ്സ് എങ്ങനെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം, ഒരു ക്വസ്റ്റ്യൻ എഴുതാൻ എത്ര സമയം എടുക്കണം എന്നതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള അതായത് പാസ്റ്റ് 5 ഇയേഴ്സിലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് റിക്കറിംഗ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇനി വരാൻ പോകുന്ന ടോപ്പിക്കിന്റെ പ്രോബബിലിറ്റി അതായത് ഒരു പ്രെഡിക്ഷൻ നമ്മൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ കൂടെ നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു മോക്ക് പ്രെഡിക്റ്റീവ് പേപ്പർ അതായത് ഒരു ക്വസ്റ്റ്യൻ പേപ്പറും അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ആ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ആൻസേഴ്സ് നമ്മുടെ ലേൺവൈസിന്റെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. നമ്മുടെ ലേൺവൈസിന്റെ സ്റ്റുഡൻസിന് അറിയാം, ലേണേഴ്സിന് അറിയാവുന്നതാണ് എങ്ങനെയാണ് നമ്മുടെ ആപ്പിൽ നിന്ന് അത് ഡൗൺലോഡ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഒരു മോക്ക് പ്രെഡിക്റ്റീവ് പേപ്പറും അതുപോലെ തന്നെ അതിന്റെ ആൻസേഴ്സും നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ ഇതിന്റെ ലാസ്റ്റും നമ്മൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ ഏതാന്നുള്ളതും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ആൻസർ എഴുതുന്ന സമയത്ത് എങ്ങനെ എഴുതണം, അതുപോലെ തന്നെ എങ്ങനെയാണ് മാർക്കിന്റെ ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്, അതായത് പാസ്റ്റ് 5 ഇയേഴ്സിൽ മാർക്ക് എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത്, ഓരോരോ ബ്ലോക്കിലും ഓരോരോ യൂണിറ്റിലും എത്രമാത്രമാണ് മാർക്കിന്റെ ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളതും നമ്മൾ നോക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഓവറോൾ ഒരു പാക്കാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഓരോരുത്തരും എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തിരിക്കുന്നവരാണ്. അപ്പൊ നമുക്കിനി വേണ്ടത് എന്താ, ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്കിനി ഒരു സ്മാർട്ട് വർക്ക് ആണ് വേണ്ടത്. അപ്പൊ ആ സ്മാർട്ട് വർക്കിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോരുത്തരും ഇപ്പൊ പ്രിപ്പയർ ആയിട്ട് ഇരിക്കുന്നത്. ഓക്കെ, നമ്മൾ ഇനി നോക്കുന്നത് സിലബസ് മാപ്പിംഗ് ആണ്. അതായത് ഓരോരോ ബ്ലോക്കിലും ഓരോരോ യൂണിറ്റിലും ഓരോരോ ടോപ്പിക്കിനും എത്രമാത്രം റിലവൻസ് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അതായത് ഇവിടെ 10 ഓർ മോർ പാസ് ക്വസ്റ്റ്യൻസ് അതായത് ഗ്രേറ്റർ ദാൻ 10 ആണെങ്കിൽ അതിന്റെ ഒരു റിലവൻസ് എന്ന് പറയുന്നത് ഹൈ ആണ്. അതുപോലെ തന്നെ 5 to 9 വരുവാണെങ്കിൽ അതിന്റെ റിലവൻസ് എന്ന് പറയുന്നത് മീഡിയം ആണ്. അതുപോലെ തന്നെ ലെസ് ദാൻ 5 ആണെങ്കിൽ അതിന്റെ റിലവൻസ് എന്ന് പറയുന്നത് ലോ ആണ്. അതായത് ഓരോരോ യൂണിറ്റും അതുപോലെ തന്നെ അതിന്റെ ബേസ് ചെയ്തിട്ടുള്ള ടോപ്പിക്കിനും എത്രമാത്രം ക്വസ്റ്റ്യൻസ് അപ്പിയർ ചെയ്തിട്ടുണ്ട്, അതായത് പ്രീവിയസ് ഇയറിൽ എത്രമാത്രം ക്വസ്റ്റ്യൻസ് അപ്പിയർ ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ അതിന്റെ റിലവൻസ് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് യൂണിറ്റ് 1 റീറ്റെയിൽ സിനാരിയോ. അതിൽ ഫങ്ഷൻസ് ഓഫ് റീറ്റെയിലർ എന്നുള്ള ടോപ്പിക്കിൽ നിന്ന് 12 ടൈംസ് ആണ് അത് അപ്പിയർ ചെയ്തിട്ടുള്ളത്. അതിന്റെ റിലവൻസ് എന്ന് പറയുന്നത് ഹൈ ആണ്.
അതുപോലെ തന്നെ യൂണിറ്റ് 1 റീറ്റെയിൽ സിനാരിയോ മീനിങ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് റീറ്റെയിലിംഗ് 11 ടൈംസ് ആണ് അപ്പിയർ ചെയ്തിരിക്കുന്നത്, അതിന്റെ റിലവൻസും ഹൈ ആണ്. അതുപോലെ തന്നെ യൂണിറ്റ് 1 റീറ്റെയിൽ സിനാരിയോ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിംഗ് ദ ഗ്രോത്ത് ഓഫ് റീറ്റെയിൽ 10 ടൈംസ് ആണ് അപ്പിയർ ചെയ്തിരിക്കുന്നത്, റിലവൻസ് ഹൈ ആണ്. ദെൻ യൂണിറ്റ് 2 റീറ്റെയിൽ കൺസ്യൂമർ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിംഗ് ദ റീറ്റെയിൽ കൺസ്യൂമർ ബിഹേവിയർ 11 ടൈംസ് ആണ് അപ്പിയർ ചെയ്തിരിക്കുന്നത്, അതുപോലെ തന്നെ അതിന്റെ റിലവൻസ് എന്ന് പറയുന്നതും ഹൈ ആണ്. ദെൻ യൂണിറ്റ് 2 റീറ്റെയിൽ കൺസ്യൂമർ അതില് സ്റ്റേജസ് ഓഫ് കൺസ്യൂമർ ബൈങ് ഡിസിഷൻ പ്രോസസ്സും 10 ടൈംസ് ആണ് അപ്പിയർ ചെയ്തിരിക്കുന്നത്, റിലവൻസ് ഹൈ ആണ്. അതുപോലെ തന്നെ യൂണിറ്റ് 2 റീറ്റെയിൽ കൺസ്യൂമർ മീനിങ് ഓഫ് കൺസ്യൂമർ ബിഹേവിയർ 6 ടൈംസ് ആണ് അതിന്റെ അപ്പിയറൻസ് എന്ന് പറയുന്നത്, റിലവൻസ് എന്ന് പറയുന്നത് മീഡിയം ആണ്. അതുപോലെ തന്നെ യൂണിറ്റ് 3 റീറ്റെയിൽ ഫോർമാറ്റ്സ് മോഡേൺ റീറ്റെയിൽ ഫോർമാറ്റ് എന്നുള്ള ടോപ്പിക്കിൽ നിന്ന് 11 ടൈംസ് ആണ് അതിന്റെ ക്വസ്റ്റ്യൻസ് അപ്പിയർ ചെയ്തിട്ടുള്ളത്, അതുപോലെ തന്നെ അതിന്റെ റിലവൻസ് ഹൈ ആണ്. അതുപോലെ യൂണിറ്റ് 3 റീറ്റെയിൽ ഫോർമാറ്റിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് റീറ്റെയിൽ ഫോർമാറ്റ് 8 ടൈംസ് ആണ് അപ്പിയർ ചെയ്തിരിക്കുന്നത്, റിലവൻസ് മീഡിയം ആണ്. യൂണിറ്റ് 3 റീറ്റെയിൽ ഫോർമാറ്റിൽ ചെയിൻ സ്റ്റോഴ്സ് ഇൻ ഇന്ത്യ അതും 6 ടൈംസ് ആണ് അപ്പിയർ ചെയ്തിരിക്കുന്നത്, അതിന്റെ റിലവൻസ് മീഡിയം ആണ്. ദെൻ യൂണിറ്റ് 4 സോഴ്സിംഗ് ആൻഡ് മെർക്കൻഡൈസിംഗ് കമ്പാരിറ്റീവ് ഇവാലുവേഷൻ ആൻഡ് സെലക്ഷൻ ഓഫ് സപ്ലയേഴ്സ് ഓർ സോഴ്സസ് 10 ടൈംസ് ആണ് അപ്പിയർ ചെയ്തിരിക്കുന്നത്, റിലവൻസ് ഹൈ ആണ്. അതുപോലെ തന്നെ യൂണിറ്റ് 4 സോഴ്സിംഗ് ആൻഡ് മെർക്കൻഡൈസിംഗ് എന്നുള്ള ടോപ്പിക് 9 ടൈംസ് ആണ് അപ്പിയർ ചെയ്തിരിക്കുന്നത്, റിലവൻസ് മീഡിയം ആണ്. ദെൻ യൂണിറ്റ് 4 സോഴ്സിംഗ് ആൻഡ് മെർക്കൻഡൈസിംഗ് ഫാക്ടേഴ്സ് എഫക്ടിംഗ് ഗ്ലോബൽ സോഴ്സിംഗ് ഡിസിഷൻ 8 ടൈംസ് ആണ് അപ്പിയർ ചെയ്തിരിക്കുന്നത്, റിലവൻസ് മീഡിയം ആണ്. ദെൻ സ്റ്റോർ ഡിസൈൻ ആൻഡ് വിഷ്വൽ മെർക്കൻഡൈസ് ആ ടോപ്പിക്കിൽ നിന്ന് വിഷ്വൽ മെർക്കൻഡൈസിംഗ് ആൻഡ് കോമ്പോണൻസ് ഓഫ് ഡിസ്പ്ലേ 11 ടൈംസ് ആണ് അപ്പിയർ ചെയ്തിരിക്കുന്നത്, റിലവൻസ് ഹൈ ആണ്. ദെൻ യൂണിറ്റ് 5 സ്റ്റോർ ഡിസൈൻ ആൻഡ് വിഷ്വൽ മെർക്കൻഡൈസ് ഡിസിഷൻ ഓഫ് സ്റ്റോർ ലൊക്കേഷൻ ആൻഡ് ഇൻഫ്ലുവൻസിംഗ് ഫാക്ടേഴ്സ് 9 ടൈംസ് ആണ് അപ്പിയർ ചെയ്തിരിക്കുന്നത്, റിലവൻസ് മീഡിയം ആണ്. ദെൻ യൂണിറ്റ് 5 സ്റ്റോർ ഡിസൈൻ ആൻഡ് വിഷ്വൽ മെർക്കൻഡൈസിൽ ടോപ്പിക് കീ കൺസെപ്റ്റ് ഇൻ റീറ്റെയിൽ അറ്റ്മോസ്ഫിയറിക് എന്ന് പറയുന്നത് 6 ടൈംസ് ആണ് അപ്പിയർ ചെയ്തിരിക്കുന്നത്, അതിന്റെ റിലവൻസ് മീഡിയം ആണ്. ദെൻ യൂണിറ്റ് 6 റീറ്റെയിൽ ഓപ്പറേഷൻ ആൻഡ് സ്റ്റോർ മാനേജ്മെന്റ് കീ ഇഷ്യൂസ് ഇൻ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് 8 ടൈംസ് ആണ് അപ്പിയർ ചെയ്തിരിക്കുന്നത്, റിലവൻസ് മീഡിയം ആണ്. യൂണിറ്റ് 6 റീറ്റെയിൽ ഓപ്പറേഷൻ ആൻഡ് സ്റ്റോർ മാനേജ്മെന്റ് അതിലെ ടോപ്പിക് ബഡ്ജറ്റ് പ്ലാനിംഗ് ആൻഡ് റിസോഴ്സ് അലോക്കേഷൻ 7 ടൈംസ് ആണ് അപ്പിയർ ചെയ്തിരിക്കുന്നത്, അതിന്റെ റിലവൻസ് മീഡിയം ആണ്. ദെൻ യൂണിറ്റ് 6 റീറ്റെയിൽ ഓപ്പറേഷൻ ആൻഡ് സ്റ്റോർ മാനേജ്മെന്റിൽ പെർഫോമൻസ് മെഷേഴ്സ് ആൻഡ് ഓഡിറ്റ് ഇൻ റീറ്റെയിലിംഗ് എന്നുള്ള ടോപ്പിക് 6 ടൈംസ് ആണ് അപ്പിയർ ചെയ്തിരിക്കുന്നത്, റിലവൻസ് മീഡിയം ആണ്. ദെൻ യൂണിറ്റ് 7 ലീഗൽ എൻവയോൺമെന്റ് ആൻഡ് സെക്യൂരിറ്റി ഇഷ്യൂസ് റീറ്റെയിൽ ഇൻഡസ്ട്രി ആൻഡ് ലീഗൽ ആസ്പെക്ട്സ് 7 ടൈംസ് ആണ് അപ്പിയർ ചെയ്തിരിക്കുന്നത്, അതിന്റെ റിലവൻസ് മീഡിയം ആണ്. Then Unit 7 legal environment and security issues and implication of GST 6 times ആണ് അപ്പിയർ ചെയ്തിരിക്കുന്നത്, റിലവൻസ് മീഡിയം ആണ്. Then Unit 7 legal environment and security issues അതിൽ ടോപ്പിക് ലിബറലൈസേഷൻ ഇമ്പാക്ട് ഇൻ റീറ്റെയിൽ ഇൻഡസ്ട്രി 5 ടൈംസ് ആണ് അപ്പിയർ ചെയ്തിരിക്കുന്നത്, അതിന്റെ റിലവൻസും മീഡിയം ആണ്. ഇനി അടുത്തത് യൂണിറ്റ് 8 ടെക്നോളജി ഇൻ റീറ്റെയിലിംഗ് അപ്ലിക്കേഷൻ ഓഫ് ടെക്നോളജി ഇൻ റീറ്റെയിൽ ഇൻഡസ്ട്രി 8 ടൈംസ് ആണ് അപ്പിയർ ചെയ്തിരിക്കുന്നത്, റിലവൻസ് മീഡിയം ആണ്. Then Unit 8 ടെക്നോളജി ഇൻ റീറ്റെയിലിംഗ് ടെക്നോളജി ട്രെൻഡ്സ് ഇൻ റീറ്റെയിലിംഗ് 7 ടൈംസ് ആണ് അപ്പിയർ ചെയ്തിരിക്കുന്നത്, റിലവൻസ് മീഡിയം ആണ്. Then Unit 8 ടെക്നോളജി ഇൻ റീറ്റെയിലിംഗ് നീഡ് ഫോർ ടെക്നോളജി ഇൻ റീറ്റെയിലിംഗ് 6 ടൈംസ് ആണ് അപ്പിയർ ചെയ്തിരിക്കുന്നത്, റിലവൻസ് മീഡിയം ആണ്. Then റൂറൽ റീറ്റെയിലിംഗ് ആൻഡ് ഇ റീറ്റെയിലിംഗ് യൂണിറ്റ് 9 ഇ-ടെയിലിംഗ് ആൻഡ് കൺസെപ്റ്റ് അഡ്വാൻറ്റേജസ് ആൻഡ് ലിമിറ്റേഷൻസ് 8 ടൈംസ് ആണ് അപ്പിയർ ചെയ്തിരിക്കുന്നത്, അതിന്റെ റിലവൻസ് മീഡിയം ആണ്. Then റൂറൽ റീറ്റെയിലിംഗ് ആൻഡ് ഇ-ടെയിലിംഗിൽ ഫ്രാഞ്ചൈസിംഗ് കൺസെപ്റ്റ് ആൻഡ് ടൈപ്സ് ഓഫ് ഫ്രാഞ്ചൈസിംഗ് അത് 7 ടൈംസ് ആണ് അപ്പിയർ ചെയ്തിരിക്കുന്നത്, അതിന്റെ റിലവൻസും മീഡിയം ആണ്. Then യൂണിറ്റ് 9 റൂറൽ റീറ്റെയിലിംഗ് ആൻഡ് ഇ-ടെയിലിംഗിൽ റൂറൽ റീറ്റെയിലിംഗ് ഫോർമാറ്റ്സ് 6 ടൈംസ് ആണ് അപ്പിയർ ചെയ്തിരിക്കുന്നത്, അതിന്റെ റിലവൻസ് മീഡിയം ആണ്. Then യൂണിറ്റ് 10 എമർജിംഗ് ട്രെൻഡ്സ് ആൻഡ് കരിയേഴ്സ് അതിൽ പ്രൈവറ്റ് ബ്രാൻഡ്സ് എന്നുള്ളത് അത് 5 ടൈംസ് ആണ് അപ്പിയർ ചെയ്തിരിക്കുന്നത്, അതിന്റെ റിലവൻസ് മീഡിയം ആണ്. Then എമർജിംഗ് ട്രെൻഡ്സ് ആൻഡ് കരിയേഴ്സിൽ മാനുഫാക്ചറർ റീറ്റെയിലർ റിലേഷൻഷിപ്പ് അത് 4 ടൈംസ് ആണ് അപ്പിയർ ചെയ്തിരിക്കുന്നത്, അതിന്റെ റിലവൻസ് ലോ ആണ്. അടുത്തത് യൂണിറ്റ് 10 എമർജിംഗ് ട്രെൻഡ്സ് ആൻഡ് കരിയേഴ്സിൽ തന്നെ അടുത്ത ടോപ്പിക് സർവീസ് റീറ്റെയിലിംഗ് എന്ന് പറയുന്നത് 4 ടൈംസ് ആണ് അപ്പിയർ ചെയ്തിരിക്കുന്നത്, റിലവൻസ് ലോ ആണ്. ദെൻ യൂണിറ്റ് 11 എത്തിക്സ് ഇൻ റീറ്റെയിലിംഗ് അതിൽ ബ്രോഡ് ഏരിയാസ് ഓഫ് ബിസിനസ് എത്തിക്സ് 10 ടൈംസ് ആണ് അപ്പിയർ ചെയ്തിരിക്കുന്നത്, റിലവൻസ് ഹൈ ആണ്. ദെൻ യൂണിറ്റ് 11 എത്തിക്സ് ഇൻ റീറ്റെയിലിംഗ് ഡിഫൈനിങ് ബിസിനസ് എത്തിക്സ് 7 ടൈംസ് ആണ് അപ്പിയർ ചെയ്തിരിക്കുന്നത്, റിലവൻസ് മീഡിയം ആണ്. Then Unit 11 ethics in retailing ethical and non ethical behavior in retailing 6 ടൈംസ് ആണ് അപ്പിയർ ചെയ്തിരിക്കുന്നത്, റിലവൻസ് മീഡിയം ആണ്. Then Unit 12 റീറ്റെയിൽ ടെർമിനോളജി റീറ്റെയിൽ ടേംസ് ഓപ്പറേഷൻസ് അക്കൗണ്ടിംഗ് VM 4 ടൈംസ് ആണ് അപ്പിയർ ചെയ്തിരിക്കുന്നത്, അതുപോലെ തന്നെ അതിന്റെ റിലവൻസ് എന്ന് പറയുന്നത് ലോ ആണ്. Then Unit 12 റീറ്റെയിൽ ടെർമിനോളജിയിൽ let us sum up or integrative revision topics 2 ടൈംസ് ആണ് അത് അപ്പിയർ ചെയ്തിരിക്കുന്നത്, അതിന്റെ റിലവൻസ് എന്ന് പറയുന്നത് ലോ ആണ്.
നമ്മൾ ഇത്രയും സമയം പറഞ്ഞത്, അതായത് നമ്മൾ ഓരോരോ യൂണിറ്റിലും എത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളതും, അതുപോലെ തന്നെ അതിലെ ടോപ്പിക്സും അത് എത്ര പ്രാവശ്യം റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് എന്നുള്ളതും അതിന്റെ റിലവൻസും ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതൊരു ഗ്രാഫിക്കൽ ഫോർമാറ്റിലാണ്, ഒരു ബാർ ചാർട്ടിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, ഓരോ യൂണിറ്റിനും എത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളത്. അതിൽ യൂണിറ്റ് 1-നാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. നമ്മൾ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വരുന്നതാണ് യൂണിറ്റ് 4, പിന്നെ വരുന്നതാണ് യൂണിറ്റ് 4ഉം അതുപോലെ തന്നെ യൂണിറ്റ് 2ഉം. അത് കഴിഞ്ഞ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതാണ് യൂണിറ്റ് 5-ന്. അത് കഴിഞ്ഞാൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് യൂണിറ്റ് 3ഉം. അത് കഴിഞ്ഞാൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് യൂണിറ്റ് 11ഉം. അതുപോലെ തന്നെ യൂണിറ്റ് 8ഉം യൂണിറ്റ് 9ഉം അതും അത്രപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ യൂണിറ്റ് 6, അത് കഴിഞ്ഞാൽ യൂണിറ്റ് 7, അത് കഴിഞ്ഞ യൂണിറ്റ് 10, അതുപോലെ തന്നെ യൂണിറ്റ് 12. യൂണിറ്റ് 12 ആണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ വിഷ്വൽ റെപ്രസെന്റേഷനിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ലോ അപ്പിയറൻസ് ആയിട്ട് വന്നിട്ടുള്ളത്. ആ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് ഈ ബാർ ചാർട്ടിലൂടെ പറയുന്നത്. അതിന്റെ ഒരു ഹീറ്റ് മാപ്പ് സമ്മറി, അതായത് ഓരോ ബ്ലോക്കിലെയും അതായത് ഓരോരോ യൂണിറ്റിന്റെയും ഒരു ഹീറ്റ് മാപ്പ് സമ്മറിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോരോ യൂണിറ്റിന്റെയും ഇമ്പോർട്ടൻസിന്റെ ഒരു ഹീറ്റ് മാപ്പ്. ഇനി നമ്മൾ നോക്കുന്നത് ഐ ഹീൽഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ഏതാന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അതായത് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ്, ഏറ്റവും എന്താ പറയുക ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ആ കാര്യങ്ങളിലോടാണ് നമ്മൾ ഇനി നോക്കുന്നത്. ടോപ്പ് 3 ഹൈ ഹീൽഡ് ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ യൂണിറ്റിലെ തന്നെ ഫങ്ഷൻസ് ഓഫ് റീറ്റെയിലർ, അതുപോലെ തന്നെ മീനിങ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് റീറ്റെയിലിംഗ് ആൻഡ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദ റീറ്റെയിൽ കൺസ്യൂമർ ബിഹേവിയർ. ഇതൊരു 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഇത് നമുക്ക് പല തവണയായിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പം അത്രയും ഇമ്പോർട്ടന്റോടുകൂടി പഠിക്കുക. ഇത് പഠിക്കുന്ന സമയത്ത് അതുപോലെ തന്നെ കോമ്പിനേഷൻ വിത്ത് ഗ്രോത്ത് ഓഫ് റീറ്റെയിൽ ആൻഡ് ബൈയിങ് ഡിസിഷൻ പ്രോസസ്, ഇതും കൂടി നമ്മൾ കവർ ചെയ്യുക. ഫങ്ഷൻസ് ഓഫ് റീറ്റെയിലർ, മീനിങ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് റീറ്റെയിലിംഗ്, ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദ റീറ്റെയിൽ കൺസ്യൂമർ ബിഹേവിയർ. മൾട്ടിപ്പിൾ ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, ഹൈ ഹീൽഡ് ടോപ്പിക്കും കൂടിയാണ്. അതുപോലെ തന്നെ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് മോഡേൺ റീറ്റെയിൽ ഫോർമാറ്റ്, അതുപോലെ തന്നെ വിഷ്വൽ മെർക്കൻഡൈസിംഗ് ആൻഡ് കോമ്പോണൻസ് ഓഫ് ഡിസ്പ്ലേ ആൻഡ് കമ്പാരിറ്റീവ് ഇവാലുവേഷൻ ആൻഡ് സെലക്ഷൻ ഓഫ് സപ്ലയേഴ്സ് ആൻഡ് സോഴ്സസ്. ഇതും ഹൈ ഹീൽഡ് ടോപ്പിക്കിൽ വരുന്നതാണ്, ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസും ആണ്. അതുപോലെ തന്നെ ഇനി നമ്മൾ നോക്കുന്നത് കോംപ്രിഹെൻസീവ് എക്സാം പാറ്റേൺ ആണ്. അതായത് നമ്മൾ എക്സാം പാറ്റേൺ എങ്ങനെയാണെന്നുള്ളതാണ് നോക്കുന്നത്. നമുക്കൊരു എസ് എ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ എക്സാമിന് നമുക്ക് മെയിൻ ആയിട്ട് വരുന്നത് എസ് എക്ക് തന്നെയാണ്. എസ് എ അല്ലെങ്കിൽ ലോങ് ആൻസേഴ്സ് വരുന്ന സമയത്ത്, അതായത് ഒരു 10 to 15 മാർക്കിനാണ് വരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, 250 to 350 വേർഡ്സ് എങ്കിലും നമ്മൾ എഴുതിയിട്ടുണ്ടാവണം. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ചോദിക്കുന്ന സമയത്ത് എന്താണ് റീറ്റൈലിംഗ് എന്നാണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം എന്താണ് റീറ്റൈലിംഗ് എന്നുള്ള ഒരു ചെറിയ എക്സ്പ്ലനേഷൻ കൊടുക്കുക, ദെൻ ഒരു ഡെഫിനേഷൻ കൊടുക്കുക, ദെൻ അതിന്റെ ഇവല്യൂഷൻ എഴുതാം, അതുപോലെ തന്നെ അതിന്റെ കൺസെപ്റ്റ്, അതുപോലെ തന്നെ അതിന്റെ ആപ്ലിക്കേഷൻസ് എന്താണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു എസ് എഴുതുമ്പോൾ ഇത്രയും പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്യുക. ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കണം, അതുപോലെ തന്നെ ബോഡി പാർട്ട്, ദെൻ കൺക്ലൂഡ് ചെയ്യാം. ഒരു 250 to 350 വേർഡ്സിലായിരിക്കണം നമ്മൾ ഒരു എസ് എഴുതേണ്ടത്. അതുപോലെ തന്നെ ഒരു ഷോർട്ട് ഡിസ്ക്രിപ്റ്റീവ് ആൻസേഴ്സ് ആണ് വരുന്നതെങ്കിൽ ഷോർട്ട് ആൻസേഴ്സ് നമ്മുടെ ഇപ്പോൾ ഒരു കൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു ഡിസ്റ്റിങ്ഷൻസ് ഒക്കെയാണ് ചോദിക്കുന്നതെങ്കിൽ, അതായത് ഒരു 4 to 6 മാർക്കിനാണെങ്കിൽ നമ്മൾ 120 to 180 വേർഡ്സിലായിരിക്കണം നമ്മൾ ഷോർട്ട് ഡിസ്ക്രിപ്റ്റീവ് ആൻസേഴ്സ് എഴുതേണ്ടത്. അതുപോലെ തന്നെ ഇനി ഒരു ഷോർട്ട് നോട്ടാണ് ചോദിക്കുന്നതെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു ടോപ്പിക്കിന്റെ ഡെഫിനിഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫീച്ചേഴ്സോ അല്ലെങ്കിൽ ഒരു 3 പോയിന്റ്സ് നോട്ട്സ് എഴുതാൻ പറയുന്നതോ അങ്ങനെ എന്തൊക്കെയാണ് ചോദിക്കുന്നതെങ്കിൽ ടിപ്പിക്കലി ഒരു 3 to 5 മാർക്കിനാണ് നമുക്ക് ചോദിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അറൌണ്ട് 80 to 120 വേർഡ്സ് എങ്കിലും എഴുതിയിട്ടുണ്ടാവണം. അതുപോലെ തന്നെ കേസ് ഓർ സിറ്റുവേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ്, അതായത് നമുക്കിപ്പം എന്താ പറയണ്ടേ കേസ് സ്റ്റഡീസ് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും അപ്ലിക്കേഷൻ ലെവലിലെ ക്വസ്റ്റ്യൻസ്, അതായത് അപ്ലിക്കേഷൻ ലെവലിലെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. നമുക്ക് ആ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ അറിയാം, പെട്ടെന്ന് നമുക്ക് തോന്നും അത് നമ്മളുമായിട്ട് റിലേറ്റ് അല്ലെന്ന്. പക്ഷേ അതിലെ സിനാരിയോ എന്ന് പറയുന്നത് റീറ്റെയിലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതായിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ആ ഒരു തോട്ട്, നമ്മുടെ ലോജിക്കൽ റീസണിങ് പവർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ആ ക്വസ്റ്റ്യനെ നമ്മുടെ പേപ്പറുമായിട്ട് കണക്ട് ചെയ്തിട്ട് വേണം ആൻസർ എഴുതാൻ വേണ്ടിയിട്ട്. ആ ഒരു രീതിയിലേക്ക് എന്ത് ചെയ്യണം, നമ്മൾ ചിന്തിക്കണം, നമ്മുടെ ഒരു ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ് കൊണ്ടുവരണം. അതൊരു 8 to 12 മാർക്കിനായിരിക്കും വരുന്നത്. ആ സമയത്ത് നമ്മൾ ഒരു 250 to 300 വേർഡ്സിലെങ്കിൽ എന്ത് ചെയ്യുക, ആ ഒരു ഇത് എഴുതി പൂർത്തിയാക്കാൻ നോക്കാം. നമുക്ക് മെയിൻ ആയിട്ട് റീറ്റെയിൽ സിനാരിയോ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക ഒരു കേസ് സ്റ്റഡി എന്ന് പറയുമ്പോൾ. അപ്പൊ നമ്മുടെ ലോജിക്കൽ റീസണിങ് ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുക, നമ്മളത് ചെയ്യുക. 8 to 12 മാർക്കിനായിരിക്കും മേ ബി വരുന്നത്. അപ്പൊ 250 to 300 വേർഡ്സ് നമ്മൾ അതിൽ എഴുതിയിട്ടുണ്ടാണ്. അതുപോലെ തന്നെ വെരി ഷോർട്ട് ഓർ ഒബ്ജക്റ്റീവ് ഐറ്റം, അതായത് നമുക്കിപ്പോ എന്തെങ്കിലും ഡെഫിനിഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ലിസ്റ്റോ അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ 1 to 3 മാർക്കിനാണ് വരുന്നത് എങ്കിൽ നമ്മൾ ഒരു 20 to 40 വേർഡ്സ് എഴുതിയാൽ മതിയാവും. നമുക്കൊരു ഡെഫിനിഷൻ ഒക്കെ വരികയാണെങ്കിൽ നമ്മൾ ഒരു 20 to 40 വേർഡ്സിൽ എന്ത് ചെയ്യുക, ആളുടെ പേര് ആരാണോ ഡെഫിനിഷൻ പറഞ്ഞത് ആളുടെ പേരൊക്കെ കോട്ട് ചെയ്തിട്ട് അക്കോർഡിംഗ് ടു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു 20 to 40 വേർഡ്സിൽ അത് കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിൽ ഫോക്കസ് ചെയ്യാം. ഇനി നമുക്ക്
ഒരു ക്വസ്റ്റ്യൻ ഫോർമാറ്റ് ഡിസ്ക്രിപ്ഷൻ ഫോർമാറ്റിൽ വരികയാണെങ്കിൽ, അതായത് നമ്മുടെ ഒരു എസ് എന്ന് പറയുന്നത് ഒരു 10 to 50 മാർക്കിനാണ് വരുന്നത് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അറൌണ്ട് 250 to 350 വേർഡ്സ് എഴുതിയിട്ടുണ്ടാവണം. അതുപോലെ തന്നെ ലോങ് എസ്സേസ് എഴുതുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം തന്നെ ഒരു ഹെഡിങ്, അതായത് ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ട് വേണം, അത് കഴിഞ്ഞ് ബോഡി പാർട്ട്, ദെൻ കൺക്ലൂഡ് ചെയ്യണം. നമ്മൾ ഇൻട്രൊഡക്ഷൻ പാർട്ട് എഴുതി കഴിഞ്ഞാൽ അതിൽ എന്ത് ചെയ്യാം, നമുക്ക് ഡെഫിനേഷനും കാര്യങ്ങളും കൊടുക്കാം. അതുപോലെ തന്നെ ബോഡി പാർട്ടിൽ വരുന്ന സമയത്ത് അതിന്റെ ഓരോ പോയിന്റ്സും നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് എഴുതാം. അതുപോലെ തന്നെ നമ്മളത് കൺക്ലൂഡ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഇംപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും എക്സാമ്പിൾസ് നമുക്ക് അറിയാമെങ്കിൽ അത് കോട്ട് ചെയ്യാം. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഒരു ക്ലാസിഫിക്കേഷനോ അങ്ങനെ എന്തെങ്കിലും ആണ് ചോദിക്കുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ അത് ഡയഗ്രാംസ് ഒക്കെ വരച്ച് തന്നെ ചെയ്യാം. അങ്ങനെ വരച്ച് ചെയ്തതിന് ശേഷം അതിൽ ഓരോ കാര്യങ്ങളും എടുത്തെഴുതാം. അപ്പൊ എടുത്തെഴുതുമ്പോൾ കുറച്ചും കൂടി വിഷ്വലൈസേഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ നോക്കുന്നവർക്കും തോന്നും നമുക്ക് എന്തൊക്കെയാ അറിയാന്നുള്ളത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതുമ്പോൾ ഒരു 250 to 350 വേർഡ്സിൽ എഴുതാൻ നോക്കാം. അതുപോലെ തന്നെ ഷോർട്ട് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ആൻസേഴ്സ് നമ്മൾ ഒരു 4 to 6 മാർക്കിന് ഒന്നിക്കൽ എന്തെങ്കിലും എക്സ്പ്ലെയിൻ റീറ്റെയിലിംഗ് കൺസെപ്റ്റ് അല്ലെങ്കിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ എന്യൂമറേറ്റ് ദി സിനാരിയോ എന്ന് പറഞ്ഞിട്ട് വരികയാണെങ്കിൽ, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു 120 to 180 വേർഡ്സിൽ തന്നെ എഴുതാൻ നോക്കുക. അതുപോലെ തന്നെ ഇതിലും നമ്മൾ എന്ത് ചെയ്യുക, ഡെഫിനേഷൻസും കാര്യങ്ങളും കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ ബുള്ളറ്റിനായിട്ടും ഓരോരോ ഷോർട്ട് ഡിസ്ക്രിപ്റ്റീവ് ആൻസേഴ്സ് ആണ്, അപ്പൊ നമ്മൾ ഓരോരോ ബുള്ളറ്റിനായിട്ടും ഓരോരോ പോയിന്റ് ആയിട്ടും മിനി പാരഗ്രാഫ് ഒക്കെ ആയിട്ട് എഴുതാൻ നോക്കുക. മാക്സിമം എന്ത് ചെയ്യാം, ഇലാബറേറ്റ് ചെയ്തിട്ട് തന്നെ ഒരു 120 to 180 വേർഡ്സിൽ വരുന്ന രീതിയിൽ നമ്മളത് ഫോക്കസ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഇനി ഷോർട്ട് നോട്ട്, ഒരു 3 to 5 മാർക്കിന്റെ ഒരു ഷോർട്ട് നോട്ട് ആണ് വരുന്നതെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പം വിഷ്വൽ മെർക്കൻഡൈസിങ് അല്ലെങ്കിൽ ഇറ്റെയിലിംഗ് ഇതൊക്കെയാണ് നമുക്ക് ചോദിക്കുന്നതെങ്കിൽ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, വിഷ്വൽ മെർക്കൻഡൈസിങ് എന്തെന്നുള്ളത് അതിന്റെ ഒരു ഡെഫിനിഷൻ കോട്ട് ചെയ്യാം. അതിനുശേഷം വിഷ്വൽ മെർക്കൻഡൈസിങ് എന്താണെന്നുള്ളത് നമുക്കറിയാവുന്ന ഒരു സെന്റൻസിൽ ജസ്റ്റ് ഒരു 2-3 സെന്റൻസിൽ അവിടെ എഴുതുക. അത് കഴിഞ്ഞതിന് ശേഷം അതിന്റെ ഫീച്ചേഴ്സ് കൊടുക്കുക. അതുപോലെ തന്നെ അതിന്റെ എക്സാമ്പിൾസ് കൊടുക്കുക. വിഷ്വൽ മെർക്കൻഡൈസിംഗിന്റെ എക്സാമ്പിൾസ് നമുക്ക് ഒരുപാട് അറിയാം, അതൊക്കെ എന്ത് ചെയ്യുക, നമ്മൾ കോട്ട് ചെയ്യുക. അതിനുശേഷം അതിന്റെ ഫീച്ചേഴ്സ് ഉണ്ടെങ്കിൽ അത്, അതുപോലെ തന്നെ അതിന്റെ ഒബ്ജക്റ്റീവ്സ് അറിയാമെങ്കിൽ ഒബ്ജക്റ്റീവ്സ്, എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കോട്ട് ചെയ്തുകൊണ്ട് ഷോർട്ട് നോട്ട് ഒരു 80 to 120 വേർഡ്സിൽ അത്രയും വെൽ പ്രിപ്പയർഡ് ആയിട്ട് എന്ത് ചെയ്യാം, നമ്മൾ എഴുതാം. ഇനി ഒരു കേസ് അല്ലെങ്കിൽ സിറ്റുവേഷൻ, ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് വരുന്ന ഒരു കേസ് സ്റ്റഡി ആണെങ്കിൽ, അതായത് പ്രസന്റ് സിനാരിയോ വെച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും എത്തിക്കൽ ഡിലേമ വെച്ചിട്ടോ ഏതെങ്കിലും ഒരു ടെക്നോളജി ഡിസിഷൻ ഇങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ടായിരിക്കാം നമ്മുടെ കേസ് സ്റ്റഡി വരുന്നത്. ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു കൺസ്യൂമർ ഡിസിഷൻ പ്രോസസ്സ് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇങ്ങനെ ഒരു കേസ് സ്റ്റഡി വരുന്ന സമയത്ത് നമുക്ക് ആ കേസ് നമ്മൾ വായിക്കാം. വായിച്ചതിന് ശേഷം നമ്മളുടെ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് നമ്മളുടെ യൂണിറ്റിലെ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരിക്കും അത് വരുന്നത്. അപ്പൊ ആ ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഒരു ലെങ്തി എസ്സേ തന്നെ നമ്മൾ എഴുതാം. ഒരു 250 to 300 വേർഡ്സിലായിരിക്കണം അത് എഴുതേണ്ടത്. അതുപോലെ തന്നെ ആദ്യം നമ്മൾ അത് അനലൈസ് ചെയ്യുക. അനലൈസ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, അത് സജഷൻ, അതിനുള്ള സൊല്യൂഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, നമ്മൾ എഴുതുമ്പോൾ എഴുതി വരിക. ഇനി മാർക്ക് ഡിസ്ട്രിബ്യൂഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. അതായത് ഓരോരോ യൂണിറ്റിലും, അതായത് നമുക്കറിയാം നമുക്കിപ്പം 12 യൂണിറ്റ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ആ 12 യൂണിറ്റിലെയും മാർക്കുകൾ, അതായത് കഴിഞ്ഞ പാസ്റ്റ് 5 ഇയേഴ്സിൽ എങ്ങനെയാണ് മാർക്കിന്റെ ഡിസ്ട്രിബ്യൂഷൻ വന്നിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അതായത് ഡിസംബർ 2022 മുതൽ ഈ ജൂൺ 2025 വരെ ഉള്ള ആവറേജ് മാർക്ക്, ഒരു പേപ്പറിന്റെ ആവറേജ് മാർക്ക് എത്രയാണെന്നുള്ളതും അതുപോലെ തന്നെ അതിന്റെ പെർസെന്റേജ് ഓഫ് ഷെയർസ് ഇൻ പേപ്പറുമാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് യൂണിറ്റ് 1 റീറ്റെയിൽ സിനാരിയോ എന്ന് പറയുന്നത് 12.5 മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ അതിന്റെ പെർസെന്റേജ് 12.5% ആണ്. അതുപോലെ തന്നെ യൂണിറ്റ് 2 റീറ്റെയിൽ കൺസ്യൂമർ എന്ന് പറയുന്നത് 10.3 ആണ്. അതുപോലെ തന്നെ പെർസെന്റേജ് വരികയാണെങ്കിൽ 10.3 ആണ് വരുന്നത്. ദെൻ യൂണിറ്റ് 3 റീറ്റെയിൽ ഫോർമാറ്റിൽ 9.6, അതുപോലെ തന്നെ ടോട്ടൽ പെർസെന്റേജും 9.6 തന്നെയാണ്. സോഴ്സിംഗ് ആൻഡ് മെർക്കൻഡൈസിംഗ് എന്ന് പറയുന്നത് 10.3 ആണ് യൂണിറ്റ് 4. ദെൻ അതിന്റെ പെർസെന്റേജും 10.3% ആണ്. Then store design and visual merchandising 10.0 and then total percentage 10.0%. Then unit 6 retail operations and store management 8.0, total percentage share in paper എന്ന് പറയുന്നത് 8.0%. Then unit 7 legal environment and security issues അതും 7.0%, total share in paper എന്ന് പറയുന്നത് 7.0%. Then unit 8 technology in retailing 8.0 and then total per share paper എന്ന് പറഞ്ഞാൽ 8.0%. യൂണിറ്റ് 9 റൂറൽ റീറ്റെയിലിംഗ് ആൻഡ് ഇറ്റെയിലിംഗ് എന്ന് പറയുന്നതും 8.0, അതുപോലെ തന്നെ പെർസെന്റേജ് 8.0%. Then unit 10 emerging trends and careers 5.0യും അതുപോലെ തന്നെ അതിന്റെ പെർസെന്റേജ് 5.0%. Then unit 11 ethics in retailing 8.8% വരികയാണെങ്കിൽ 8.8%. Then retail terminology and then revision topics unit 12 2.5 ആണ് അതിന്റെ ആവറേജ് മാർക്ക് എന്ന് പറയുന്നത്. അതിന്റെ പെർസെന്റേജിലോട്ട് 2.5% ആണ് വരുന്നത്.
ഇനി നമ്മൾ അതിന്റെ ട്രെൻഡ് വിഷ്വലൈസേഷൻ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിസംബർ 2022 മുതൽ ജൂൺ 2025 വരെയുള്ള ക്വസ്റ്റ്യൻസിന്റെ നമ്മൾ ആവറേജ് മാർക്ക് എങ്ങനെയാ വരുന്നത് എന്നുള്ളതാണ് നമ്മളിപ്പോൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിന്റെ ഒരു വിഷ്വൽ റെപ്രസെന്റേഷൻ ആണ് ഈ ഒരു ഗ്രാഫിൽ കാണിച്ചിട്ടുള്ളത്. അതിന്റെ നമുക്ക് നോക്കുകയാണെങ്കിൽ മനസ്സിലാവും എക്സ് ആക്സിസിൽ അതിന്റെ സെഷനും അതുപോലെ തന്നെ വൈ ആക്സിസിൽ പെർസെന്റേജ് ഓഫ് വെയിറ്റേജ് ഇൻ പേപ്പറും ആണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ നോക്കുന്നത് ഇതിന്റെ പാറ്റേൺ ഹൈലൈറ്റ് ആണ്. അതായത് നമുക്ക് ഇതിലെന്ന് വെച്ചാൽ നമ്മൾ ഡിസംബർ 2022 അതായത് ഇത് നമുക്ക് നോക്കുന്ന സമയത്ത് മനസ്സിലാവും നമ്മൾ ഒരു എസ്സേ ടൈപ്പ് എന്ന് പറയുന്നത് ഒരു 60% ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇപ്പം എന്ന് പറയുന്നത് അതെന്തായിട്ടുണ്ട്, ജൂൺ 2025 ഒരു 35% ആയിട്ട് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ ഷോർട്ട് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അതുപോലെ തന്നെ ഈ കേസ് സ്റ്റഡി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ അതിന്റെ ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് 1/3 ആയി എന്നുള്ളതാണ്. അതായത് നമുക്ക് ഡിസംബർ 2022 60% ആയിരുന്നു, ദെൻ ജൂൺ ആകുമ്പോഴേക്കും 35% ആയി. അതുപോലെ തന്നെ ഷോർട്ട് ഡിസ്ക്രിപ്റ്റീവും കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻസിന്റെയും ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് 1/3 ആയി. അതുപോലെ തന്നെ നമ്മുടെ ഈ ഷോർട്ട് നോട്ട് അതിനെന്ത് ചെയ്യണം, നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാം. അതായത് ഏകദേശം ഒരു 20% മാർക്കിന് അതെന്ത് ചെയ്തിട്ടുണ്ട്, സ്ഥിരമായിട്ട് ചോദിച്ചിട്ട് വരുന്നുണ്ട് ഷോർട്ട് നോട്ട്സും കാര്യങ്ങളൊക്കെ. അപ്പം ഷോർട്ട് നോട്ട്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക, അതൊരു 20% നമുക്ക് ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മളൊരു വെൽ പ്രിപ്പയർഡ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള നോട്ട്സ് നമുക്ക് എല്ലാ ഏരിയാസിലും അത് സ്കോർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ അത് പ്രിപ്പയർ ചെയ്യാം. അതുപോലെ തന്നെ ഓരോ യൂണിറ്റിന്റെയും കവറേജ് കൂടിയിട്ടുണ്ട്. അതായത് പ്രീവിയസ് ഇയറിൽ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുവാണെങ്കിൽ നമ്മൾ യൂണിറ്റ് 1 to 5 അതാണ് കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പൊ പുതിയ ക്വസ്റ്റ്യൻ പേപ്പർ പ്രകാരം നമ്മൾ കൂടുതൽ ടെക്നോളജി അതുപോലെ തന്നെ റൂറൽ റീറ്റെയിലിംഗ്, എത്തിക്സ് ഇതിനൊക്കെ കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസിന് ഇമ്പോർട്ടൻസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ യൂണിറ്റ് 7നും ഇമ്പോർട്ടൻസ് കൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ യൂണിറ്റ് 12നും ഇമ്പോർട്ടൻസ് കുറഞ്ഞും കാണുന്നുണ്ട്. ഇത്രയാണ് ഇതിൽ നോക്കുന്നത്. അതുപോലെ തന്നെ ഇനി നമ്മൾ നോക്കുന്നത് പ്രിപ്പറേഷൻ ടിപ്പാണ്. അതായത് ഞാൻ പറഞ്ഞു നമുക്കൊരു 3 hours ആണുള്ളത്. 3 hoursന്റെ എക്സാം അതായത് 100 മാർക്കിനാണ് വരുന്നത്. അപ്പൊ നമ്മൾ ഇത് എങ്ങനെ മാനേജ് ചെയ്യും, ഈ 3 hours എങ്ങനെ നമുക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ളതാണ് ഇനി നോക്കുന്നത്. അതായത് നമ്മളൊരു എസ്സേ എഴുതാനാണെങ്കിൽ ഒരു 80 to 85 മിനിറ്റ് മാത്രം എസ്സേക്ക് വേണ്ടി മാറ്റിവെക്കാം. അതുപോലെ തന്നെ ഷോർട്ട് നോട്ട്സ് എഴുതാനാണെങ്കിൽ 35 to 40 മിനിറ്റ് അത് നമ്മൾ എന്ത് ചെയ്യുക, ഷോർട്ട് നോട്ട്സിന് വേണ്ടി മാറ്റിവെക്കാം. അതുപോലെ തന്നെ ഒരു ഡിസ്ക്രിപ്റ്റീവ് ആൻസർ വരികയാണെങ്കിലും 30 to 35 മിനിറ്റ് ഡിസ്ക്രിപ്റ്റീവ് ആൻസേഴ്സ് എഴുതാൻ വേണ്ടി മാറ്റിവെക്കാം. അതുപോലെ തന്നെ കേസ് സ്റ്റഡിയും സിറ്റുവേഷനും ആണെങ്കിലും 30 to 35 മിനിറ്റ് നമ്മൾ മാറ്റിവെക്കാം. നമ്മളിങ്ങനെ മാറ്റിവെക്കുക എന്ന് പറയാൻ കാരണം നമുക്ക് ഓരോരോ ക്വസ്റ്റിനും ഇങ്ങനെ ഓരോരോ ടൈം അലോക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് എക്സാം ട്രാക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് എനിക്ക് ടൈം കിട്ടിയില്ല, എനിക്ക് 2 പോയിന്റും കൂടി എഴുതാനുണ്ടായിരുന്നു, അപ്പൊ മാം പേപ്പർ വാങ്ങിച്ചു വെച്ചു എന്ന് പറയേണ്ട ആവശ്യം വരുന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, എക്സാം ഹാളിൽ കയറുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഒരു പ്ലാനിങ് ഉണ്ടാക്കാം, എത്രയാണ് നമ്മുടെ ടൈം അലോട്ട് ചെയ്യുന്നത് എന്നുള്ളത്. അതായത് നമ്മൾ ഓരോ ക്വസ്റ്റ്യന്റെയും ആവറേജ് ടൈം എന്ന് പറയുന്നത് നമ്മളിപ്പോ ഒരു 20 മാർക്കിന്റെ എസ്സേ വരികയാണെങ്കിൽ നമ്മൾ ആ 20 മാർക്കിന്റെ എസ്സേ എഴുതാൻ വേണ്ടിയിട്ട് ഒരു 20 to 20 മിനിറ്റ്സ് മാത്രമേ അതിനു വേണ്ടി എടുക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ഒരു 50 മാർക്കിന്റെ എക്സേ ആണെങ്കിൽ നമ്മൾ ഒരു 15 മിനിറ്റ്, അല്ലാതെ അതിനൊരു 30 മിനിറ്റ് നമ്മൾ കളയരുത്, ഒരു 50 മിനിറ്റ് മാത്രം 50 മാർക്കിന്റെ എക്സേക്ക് കളയാം. അതുപോലെ തന്നെ ഒരു 5 മാർക്കിന്റെ ഷോർട്ട് നോട്ട്സ് ഒക്കെയാണ് വരുന്നതെങ്കിൽ നമ്മൾ ഒരു 6 to 7 മിനിറ്റ്സ് മാത്രം എന്ത് ചെയ്യുക, അതിനുവേണ്ടി അലോക്കേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ലാസ്റ്റ് വരുന്ന ഒരു 10 മിനിറ്റ് എന്ത് ചെയ്യാം, നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടിട്ടുണ്ടോ, അതുപോലെ തന്നെ നമ്മൾ ഓരോ വേർഡ്സും എഴുതിയിട്ട്, അതായത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കാണാം നമുക്ക് ഓരോരോ ഹെഡിങ് സബ് ഹെഡിങ് ഒക്കെ നമ്മളും പ്രസന്റ് ചെയ്യുമ്പോൾ ഓരോരോ ഹെഡിങ് സബ് ഹെഡിങ് ആയിട്ടൊക്കെ തന്നെ കൊടുക്കാം. അപ്പൊ അതൊക്കെ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടോ, അതുപോലെ തന്നെ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് സ്കിപ്പ് ചെയ്തിട്ടുണ്ടോ, അതുപോലെ തന്നെ നമ്മൾ എഴുതുന്നതിന്റെ ഇടയ്ക്ക് പെട്ടെന്ന് സ്റ്റക്ക് ആയപ്പോൾ നമ്മൾ കുറച്ച് ബ്ലാങ്ക് ചെയ്ത് വിട്ടിട്ടുണ്ടാകും, എന്നിട്ട് നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ ബ്ലാങ്ക് ചെയ്ത കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നമ്മൾ ഫില്ല് ചെയ്യുക ആ ലാസ്റ്റ് 10 മിനിറ്റ് കൊണ്ട്. അപ്പൊ ബുള്ളറ്റിനായിട്ടുള്ള കാര്യങ്ങൾ ബുള്ളറ്റിനായിട്ട് കൊടുത്തിട്ടുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നമ്മൾ ചെക്ക് ചെയ്യാം. നമ്മൾ ഓരോരുത്തരും എക്സാം ഹാളിൽ കയറുമ്പോൾ നമ്മൾ ഇത് അലോക്കേറ്റ് ചെയ്ത് വെക്കാം, എത്ര ടൈം നമ്മൾ ഓരോ ക്വസ്റ്റിനും കൊടുക്കുന്നുള്ളത്. നമുക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻ ആണെന്ന് കരുതി അതൊരു 30 മിനിറ്റ് 35 മിനിറ്റ് എഴുതരുത്, അങ്ങനെ ഒരിക്കലും ചെയ്യരുത് നിങ്ങൾ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, ഒരു ടൈം കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം എക്സാം ഹാളിൽ കയറാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ഇഗ്നോയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ, അല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PG നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയ ഇഗ്നോയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി PG MBA ഒക്കെ നേടാം.
36ഓളം വരുന്ന പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് ലേൺവൈസിൽ അവൈലബിൾ ആണ്. തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ളവരുടെയും അതുപോലെ തന്നെ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് കണ്ട് മനസ്സിലാക്കുന്നതിനായി എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കും. ലേൺവൈസിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായി, കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കുന്നതിനായി എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. ഇനി നമ്മൾ നോക്കുന്നത് ടോപ്പ് 10 റിക്കറിംഗ് ക്വസ്റ്റ്യൻസ് ആണ്. അതായത് ഏറ്റവും കൂടുതൽ ആവർത്തിച്ചിട്ടുള്ള നമ്മുടെ ഈ യൂണിറ്റിൽ നിന്നും ഈ ടോപ്പിക്കിൽ നിന്നും ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ദ ഫങ്ഷൻസ് ഓഫ് എ റീറ്റെയിലർ ഇൻ ദ ഡിസ്ട്രിബ്യൂഷൻ ചാനൽ. അതെന്ന് പറയുന്നത് ഒരു 7 ടൈംസ് അല്ലെങ്കിൽ ഒരു 10 ടൈംസ് നമുക്ക് ചോദിച്ചിട്ടുണ്ട് അപ്പിയറൻസ് കൗണ്ട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ അടുത്ത ക്വസ്റ്റ്യൻ ഡിസ്കസ് ദ മീനിങ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് റീറ്റെയിലിംഗ് ഇൻ ദ ഇന്ത്യൻ കോണ്ടെക്സ്റ്റ്. അതും അപ്പിയറൻസ് കൗണ്ട് എന്ന് പറയുന്നത് 10 ഔട്ട് ഓഫ് 7 ആണ്. അടുത്തത് ഡിസ്ക്രൈബ് ദ സ്റ്റേജസ് ഓഫ് ദ കൺസ്യൂമർ ബൈയിങ് ഡിസിഷൻ പ്രോസസ് ഇൻ റീറ്റെയിലിംഗ്. അതും അതുപോലെ തന്നെ അതിന്റെ അപ്പിയറൻസ് കൗണ്ട് എന്ന് പറയുന്നത് 10 ഔട്ട് ഓഫ് 6 ആണ്. അതുപോലെ തന്നെ എക്സ്പ്ലെയിൻ ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് റീറ്റെയിൽ കൺസ്യൂമർ ബിഹേവിയർ. അതും അതുപോലെ തന്നെ റിക്കറിംഗ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അതും 6 ടൈംസ് ആണ്, 10 ഔട്ട് ഓഫ് 6 തന്നെയാണ് വരുന്നത്. അടുത്ത 5th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ആർ ദ മോഡേൺ റീറ്റെയിൽ ഫോർമാറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ എനി ഫോർ വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾസ്. നമ്മൾ റീറ്റെയിൽ ഫോർമാറ്റ് എഴുതുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, കൂടെ എക്സാമ്പിൾസും കൂടി പ്രസന്റ് സിനാറിയോ വെച്ചിട്ടുള്ള എക്സാമ്പിൾസും കൂടി കോട്ട് ചെയ്യുക. അതും അപ്പിയറൻസ് കൗണ്ട് വരുന്നത് 5 ആണ്. ദെൻ ഡിസ്കസ് ദ ക്രൈറ്റീരിയ ഫോർ സെലക്ഷൻ ആൻഡ് ഇവാലുവേഷൻ ഓഫ് സപ്ലയേഴ്സ് ഇൻ റീറ്റെയിൽ സോഴ്സിംഗ്. അതിന്റെയും അപ്പിയറൻസ് കൗണ്ട് വരുന്നത് 5 ആണ്. Then define visual merchandising and explain its main components in a retail store. Retail storeലെ main components ഏതാണെന്നുള്ളതാണ് അതിന് അപ്പിയറൻസ് കൗണ്ട് എന്ന് പറയുന്നതും 4 ആണ്. Then discuss the role of technology in retailing with reference to recent trends. അതിന്റെ അപ്പിയറൻസ് കൗണ്ട് 4 ആണ്. അടുത്ത 9th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ദ കൺസെപ്റ്റ് ഓഫ് ഇ-ടെയിലിംഗ് ആൻഡ് ഹൈലൈറ്റ് ഇറ്റ്സ് അഡ്വാൻറ്റേജസ് ആൻഡ് ലിമിറ്റേഷൻസ്. ഇപ്പൊ നമ്മൾ ഇ-ടെയിലിംഗ് എന്തെന്ന് എഴുതണം, അതുപോലെ തന്നെ അതിന്റെ അഡ്വാൻറ്റേജസ് എഴുതണം, അതിന്റെ ലിമിറ്റേഷൻസും എഴുതണം. അതിന്റെ അപ്പിയറൻസ് കൗണ്ടും 4 ആണ്. ദെൻ 10th ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിസ്കസ് എത്തിക്കൽ ആൻഡ് നോൺ എത്തിക്കൽ പ്രാക്ടീസസ് ഇൻ റീറ്റെയിലിംഗ് വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾസ്. നമ്മൾ റീറ്റെയിലിംഗ് എഴുതുന്ന സമയത്ത് മാക്സിമം പ്രസന്റ് സിനാറിയോ വെച്ചിട്ടുള്ള എക്സാമ്പിൾ തന്നെ കോട്ട് ചെയ്യാൻ നോക്കുക. അതിന്റെ അപ്പിയറൻസ് കൗണ്ട് എന്ന് പറയുന്നത് 3 ആണ്. ഇനി നമ്മൾ അതിന്റെ ആ ഒരു ഫ്രീക്വൻസി ടേബിൾ ആണ് നോക്കുന്നത്. അതായത് ആ റിക്കറിംഗ് ക്വസ്റ്റ്യൻസ് നമ്മുടെ ഓരോരോ യൂണിറ്റിൽ നിന്നും ചോദിച്ചിട്ടുള്ള ആ ക്വസ്റ്റ്യൻസ് എത്ര പ്രാവശ്യം അപ്പിയർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ അതിന്റെ ആവറേജ് മാർക്കും ആണ് നോക്കുന്നത്. ഫങ്ഷൻസ് ഓഫ് എ റീറ്റെയിലർ ആ യൂണിറ്റിൽ നിന്ന്, അതായത് യൂണിറ്റ് 1 റീറ്റെയിൽ സിനാരിയോയിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻ ആണ്. ഫങ്ഷൻസ് ഓഫ് എ റീറ്റെയിലർ എന്ന് പറയുന്നത് അതിന്റെ അപ്പിയറൻസ് കൗണ്ട് എന്ന് പറയുന്നത് 7 ആണ്. അതുപോലെ തന്നെ ആവറേജ് മാർക്ക് പെർ പേപ്പർ എന്ന് പറയുന്നത് 9.0. അതുപോലെ തന്നെ ഇമ്പോർട്ടൻസ് ഓഫ് റീറ്റെയിലിംഗ് ഇൻ ഇന്ത്യ യൂണിറ്റ് 1 റീറ്റെയിൽ സിനാരിയോ എന്ന് വന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പിയറൻസ് കൗണ്ട് 7 ആണ്. ആൻഡ് ആവറേജ് മാർക്ക് എന്ന് പറയുന്നത് 8.5 ആണ്. ദെൻ കൺസ്യൂമർ ബൈയിങ് ഡിസിഷൻ പ്രോസസ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ യൂണിറ്റ് 2 കൺസ്യൂമർ ബിഹേവിയർ, അതായത് റീറ്റെയിൽ കൺസ്യൂമർ ബിഹേവിയർ എന്നുള്ള ക്വസ്റ്റ്യൻ യൂണിറ്റിൽ നിന്നാണ്. അതിന്റെ അപ്പിയറൻസ് കൗണ്ടും 6 ആണ്. ആവറേജ് മാർക്ക് 8.0 ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് കൺസ്യൂമർ ബിഹേവിയർ ആൻഡ് യൂണിറ്റ് 2 റീറ്റെയിൽ കൺസ്യൂമേഴ്സ് എന്നാണ്. അതും അതിന്റെ അപ്പിയറൻസ് കൗണ്ട് 6 ആണ്. അതുപോലെ തന്നെ ഇത് പെർസെന്റേജ് വരുന്നത് 8.0. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് മോഡേൺ റീറ്റെയിൽ ഫോർമാറ്റ് വിത്ത് എക്സാമ്പിൾസ് ആൻഡ് യൂണിറ്റ് 3 റീറ്റെയിൽ ഫോർമാറ്റ്സ് എന്നാണ് ആ ക്വസ്റ്റ്യൻ വന്നത്. അതുപോലെ തന്നെ അതിന്റെ അപ്പിയറൻസ് കൗണ്ട് 5 ആണ്, 8.0%. ദെൻ ക്രൈറ്റീരിയ ഫോർ സപ്ലയർ സെലക്ഷൻ ഓർ ഇവാലുവേഷൻ യൂണിറ്റ് 4 സോഴ്സിംഗ് ആൻഡ് മെർക്കൻഡൈസിംഗ് വന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പിയറൻസ് കൗണ്ട് 5 ആൻഡ് ദെൻ 7.0%. ദെൻ വിഷ്വൽ മെർക്കൻഡൈസിംഗ് ആൻഡ് ഇറ്റ്സ് കോമ്പോണൻസ് യൂണിറ്റ് 5 സ്റ്റോർ ഡിസൈൻ ആൻഡ് വിഷ്വൽ മെർക്കൻഡൈസിംഗ് എന്നുള്ള യൂണിറ്റിൽ നിന്നാണ്. അപ്പിയറൻസ് കൗണ്ട് 4 ആണ്. ആവറേജ് മാർക്ക് 7.0. അതുപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ റോൾ ഓഫ് ടെക്നോളജി ഇൻ റീറ്റെയിലിംഗ് ആൻഡ് യൂണിറ്റ് 8 ടെക്നോളജി ഇൻ റീറ്റെയിലിംഗ് എന്നാണ് വന്നിട്ടുള്ളത്. അതിന്റെ അപ്പിയറൻസ് കൗണ്ട് 4 ആണ്. ആവറേജ് മാർക്ക് 6.0. ദെൻ കൺസെപ്റ്റ് ആൻഡ് അഡ്വാൻറ്റേജസ് ആൻഡ് ലിമിറ്റേഷൻസ് ഓഫ് ഇ-ടെയിലിംഗ് എന്നുള്ളത് യൂണിറ്റ് 9 റൂറൽ റീറ്റെയിലിംഗ് ആൻഡ് ഇ-ടെയിലിംഗ് എന്നുള്ള ചാപ്റ്ററിൽ നിന്നാണ്, യൂണിറ്റിൽ നിന്നാണ്. അപ്പിയറൻസ് കൗണ്ട് 4 ആണ്. ആൻഡ് ദെൻ പെർസെന്റേജ് വരുന്നത് ടോട്ടൽ മാർക്ക് വരുന്നത് 6.0 ആണ്. ദെൻ എത്തിക്കൽ വേഴ്സസ് നോൺ എത്തിക്കൽ പ്രാക്ടീസ് ഇൻ റീറ്റെയിൽ യൂണിറ്റ് 11 എത്തിക്സ് ഇൻ റീറ്റെയിലിംഗ് എന്നാണ്. അതുപോലെ തന്നെ അപ്പിയറൻസ് കൗണ്ട് 3 ആണ്. ആൻഡ് ദെയർ പെർസെന്റേജ് എന്ന് പറയുന്നത് 7.0.
അപ്പൊ നമ്മൾ ഈ പറഞ്ഞ ടോപ്പ് 10 റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഏതാന്നുള്ളതും അത് ഏത് യൂണിറ്റിൽ നിന്നാണ് വന്നതെന്നുമാണ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. അതായത് ഓവർവ്യൂ ഓഫ് റീറ്റെയിലിംഗിൽ നമ്മൾ ഡിസംബർ 2025 എക്സാം പോകുമ്പോൾ എഴുതാൻ പോകുന്ന ക്വസ്റ്റ്യൻസിൽ 10 ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതാന്നുള്ളത് നമ്മൾ നോക്കി. അതുപോലെ തന്നെ അതിന്റെ ഒരു വിഷ്വൽ റെപ്രസെന്റേഷൻ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഇതിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഓറഞ്ച് ഷെയ്ഡും ബ്ലൂ ഷെയ്ഡിൽ നോക്കുകയാണെങ്കിൽ റിക്കറിംഗ് ക്വസ്റ്റ്യൻസ് 51%, ബാക്കിയുള്ള ഓൾ അതർ ക്വസ്റ്റ്യൻസ് 49% ആണ് ചോദിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ്, അതായത് നമ്മൾ ഇനി ഞാൻ പറഞ്ഞു നമ്മൾ ഓരോരുത്തരും പഠിച്ചു മുന്നേറിയിരിക്കുന്നവരാണ്. ഇനി നമ്മൾ എങ്ങനെ ഇത് പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. നമ്മളിപ്പോ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ ആദ്യം തന്നെ ഒരു 2-3 തവണ നമ്മൾ എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ വായിക്കാം. ക്വസ്റ്റ്യൻ വായിച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് എങ്കിലും നമ്മൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ വായിക്കാൻ വേണ്ടി മാറ്റിവെക്കാം. ആദ്യം ക്വസ്റ്റ്യൻ വായിക്കുക, വായിച്ചതിന് ശേഷം നമ്മൾ നമ്മളുടെ മൈൻഡിൽ ഒരു ഔട്ട്ലൈൻ ഉണ്ടാക്കുക. നമുക്ക് ഇപ്പം ഓവർവ്യൂ ഓഫ് റീറ്റെയിലിംഗിൽ നമുക്കൊരു റീറ്റെയിലിംഗ് എന്താണ്, അല്ലെങ്കിൽ കൺസ്യൂമർ ബിഹേവിയർ പ്രോസസ് എന്താണ്, അല്ലെങ്കിൽ കൺസ്യൂമർ ഡിസിഷൻസ് എന്താണ്, ഇങ്ങനെയൊക്കെ ചോദിക്കുന്നെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, അതിന്റെ പോയിന്റ്സ് എന്താണ്, കൺസ്യൂമർ ബിഹേവിയർ, അതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ്, അതിന്റെ ഫീച്ചേഴ്സ് എന്താണ്, അല്ലെങ്കിൽ വിഷ്വൽ മെർക്കൻഡൈസിങ് എന്താണ്, എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നമ്മളൊരു 3-5 പോയിന്റ്സ്, ഒരു 3 to 5 പോയിന്റ്സ്, മെയിൻ പോയിന്റ്സ് നമ്മൾ എന്ത് ചെയ്യാം, ഓർത്ത് വെക്കാം. എന്നിട്ട് നമുക്ക് എഴുതാനുള്ള ഒരു കൺക്ലൂഷനും നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. എന്നിട്ട് എന്ത് ചെയ്യാം, ഒരു 10 to 12 മിനിറ്റ് നമ്മൾ ഓരോരുത്തർ എന്ത് ചെയ്യാം, ഓരോ പേപ്പറിൽ നമുക്ക് ഒരു പേപ്പർ എടുക്കാം. പേപ്പറിൽ എടുത്തിട്ട് എന്ത് ചെയ്യുക, നമ്മൾ എഴുതി പഠിക്കാം. അതായത് പ്രാക്ടീസ് മേക്ക് എ മാൻ പെർഫെക്റ്റ് എന്നാണ്. അപ്പൊ നമ്മൾ എഴുതി പഠിക്കാം. ഓരോ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം, ഒരു 10-12 മിനിറ്റ് എടുത്ത് തന്നെ എഴുതി പഠിക്കാം. അതുപോലെ തന്നെ നമുക്കിപ്പോ ഇനിയും എക്സാമ്പിൾസ് അല്ലെങ്കിൽ ഡയഗ്രാംസ് ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാം, ഒരു സ്റ്റോർ ലേഔട്ട് ഇപ്പൊ അതൊക്കെ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, വരച്ച് തന്നെ, അതായത് ആ ഡയഗ്രാം വരച്ച് ഓരോരോ ഫ്ലോ ചാർട്ടും നമ്മൾ വരച്ച് തന്നെ പഠിക്കാം. അത് നമ്മൾ ഓരോരോ റിപ്പീറ്റ് ആയിട്ട് എന്ത് ചെയ്യുക, അത് വരച്ച് ചെയ്ത് പഠിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എക്സാമിന് പോകുന്ന സമയത്ത് പെട്ടെന്ന് അത് ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ നമ്മൾ തന്നെ ഒന്ന് അനലൈസ് ചെയ്യാം. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എഴുതാനുള്ള കാര്യങ്ങൾ, അതായത് അതിന്റെ ഡെഫിനിഷൻസ്, അതിന്റെ പോയിന്റ്സ്, അതിന്റെ എക്സ്പ്ലനേഷൻസ്, അതുപോലെ തന്നെ അതിന്റെ എക്സാമ്പിൾസ് എല്ലാം നമ്മുടെ കയ്യിൽ ഉണ്ട് എന്നുള്ളത് എന്ത് ചെയ്യണം, നമ്മൾ ആദ്യം ഉറപ്പുവരുത്തണം. അതുകൊണ്ടാണ് പറയുന്നത് ആദ്യം ഒരു 5 മിനിറ്റ് അത് വായിക്കുക, അതിനുശേഷം ഒരു ഔട്ട്ലൈൻ ഉണ്ടാക്കുക, മെയിൻ പോയിന്റ്സ്, ബോഡി പാർട്ട്, കൺക്ലൂഷൻ നമ്മുടെ മൈൻഡിലൂടെ അങ്ങ് പോകണം. അപ്പൊ നമ്മൾ അതിന് എന്ത് വേണം, നമ്മൾ ഇതൊക്കെ എഴുതി പഠിക്കാം. അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, ടൈമും മാനേജ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പെട്ടെന്ന് സ്കോർ ചെയ്യാനും പറ്റും. ഇനി നമ്മൾ നോക്കുന്നത് ടോപ്പിക് പ്രോബബിലിറ്റി ആൻഡ് പ്രെഡിക്ഷൻ അനാലിസിസ് ആണ്. അതായത് നമുക്ക് വരാൻ പോകുന്ന ഈ ഡിസംബർ 2025 എക്സാമിന്റെ ഒരു ടോപ്പിക് പ്രോബബിലിറ്റി, അതായത് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് മേ ബി വരാം, ഇനി അതിന്റെ പ്രെഡിക്ഷൻസ് എത്രത്തോളമാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓരോരോ യൂണിറ്റിലെയും ഓരോരോ ടോപ്പിക്, അതായത് അതിന്റെ പ്രോബബിലിറ്റി, അതുപോലെ തന്നെ അതിന്റെ കാറ്റഗറി ഹൈ ആണോ, അതുപോലെ തന്നെ മീഡിയം ആണോ, ലോ ആണോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് നമ്മൾ നോക്കുന്ന ബ്ലോക്ക് 1 തന്നെ യൂണിറ്റ് 1 റീറ്റെയിൽ സിനാരിയോ. അതിൽ ഏത് ടോപ്പിക്കാന്ന് വെച്ചാൽ ഫങ്ഷൻസ് ഓഫ് എ റീറ്റെയിലർ ഇൻ ദ ഡിസ്ട്രിബ്യൂഷൻ ചാനൽ. അതിന്റെ ഒരു പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 70% ആണ്. അതിന്റെ കാറ്റഗറി എന്ന് പറയുന്നത് ഹൈ കാറ്റഗറിയിലാണ് വന്നിട്ടുള്ളത്. അടുത്ത യൂണിറ്റ് 1 റീറ്റെയിൽ സിനാരിയോ, ദെൻ മീനിങ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് റീറ്റെയിലിംഗ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നതും, അതുപോലെ തന്നെ അതിന്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 70% ആണ്. അതിന്റെ കാറ്റഗറി ഹൈ ആണ്. അടുത്തത് ബ്ലോക്ക് 1 യൂണിറ്റ് 2 റീറ്റെയിൽ കൺസ്യൂമർ, സ്റ്റേജസ് ഓഫ് കൺസ്യൂമർ ബൈയിങ് ഡിസിഷൻ പ്രോസസ്. അത് 60% ആണ് പ്രോബബിലിറ്റി, കാറ്റഗറി വന്നിരിക്കുന്നത് മീഡിയം ആണ്. ദെൻ ബ്ലോക്ക് 1 യൂണിറ്റ് 2 റീറ്റെയിൽ കൺസ്യൂമർ, ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് റീറ്റെയിൽ കൺസ്യൂമർ ബിഹേവിയർ. അതും പ്രോബബിലിറ്റി 60% ആണ്, കാറ്റഗറി വന്നിരിക്കുന്നത് മീഡിയം ആണ്. ദെൻ ബ്ലോക്ക് 1 യൂണിറ്റ് 3 റീറ്റെയിൽ ഫോർമാറ്റ്സ്, ടോപ്പിക് മോഡേൺ റീറ്റെയിൽ ഫോർമാറ്റ് വിത്ത് എക്സാമ്പിൾസ് ആണ്. 50% പ്രോബബിലിറ്റി ആണ്, കാറ്റഗറി വരുന്നത് മീഡിയം ആണ്. ഇനി അടുത്തത് ബ്ലോക്ക് 2 തന്നെ യൂണിറ്റ് 4 സോഴ്സിംഗ് ആൻഡ് മെർക്കൻഡൈസിംഗ്. അതിൽ ക്രൈറ്റീരിയ ഫോർ സെലക്ഷൻ ആൻഡ് ഇവാലുവേഷൻ ഓഫ് സപ്ലയേഴ്സ്. അതിന്റെ പ്രോബബിലിറ്റി 50% ആണ്, കാറ്റഗറി വന്നിരിക്കുന്നത് മീഡിയം ആണ്. അടുത്ത യൂണിറ്റ് 5 സ്റ്റോർ ഡിസൈൻ ആൻഡ് വിഷ്വൽ മെർക്കൻഡൈസിംഗ്. അത് വിഷ്വൽ മെർക്കൻഡൈസിംഗ് ആൻഡ് ഇറ്റ്സ് കോമ്പോണൻസ് 40% ആണ്. അതുപോലെ തന്നെ അതിന്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് കാറ്റഗറി വന്നിരിക്കുന്ന മീഡിയം ആണ്. ദെൻ ബ്ലോക്ക് 3 യൂണിറ്റ് 8 ടെക്നോളജി ഇൻ റീറ്റെയിലിംഗ്, റോൾ ഓർ ആപ്ലിക്കേഷൻസ് ഓഫ് ടെക്നോളജി ഇൻ റീറ്റെയിലിംഗ്. 40% ആണ് പ്രോബബിലിറ്റി. അതുപോലെ തന്നെ അതിന്റെ കാറ്റഗറി എന്ന് പറയുന്നത് മീഡിയം ആണ്. അടുത്ത ബ്ലോക്ക് 3 യൂണിറ്റ് 9 റൂറൽ റീറ്റെയിലിംഗ് ആൻഡ് ഇ ടെയിലിംഗ് എന്ന് പറയുന്നതിൽ കൺസെപ്റ്റ്, അതുപോലെ തന്നെ അഡ്വാൻറ്റേജസ് ആൻഡ് ലിമിറ്റേഷൻസ് ഓഫ് ഇ ടെയിലിംഗ് എന്നുള്ളതും 40% ആണ് പ്രോബബിലിറ്റി വരുന്നത്. അത് മീഡിയം ആണ് അതിന്റെ ഇത് പറയുന്നത്. അടുത്ത ബ്ലോക്ക് 4 യൂണിറ്റ് 11 എത്തിക്സ് ഇൻ റീറ്റെയിലിംഗ്, എത്തിക്കൽ ആൻഡ് നോൺ എത്തിക്കൽ പ്രാക്ടീസ് ഇൻ റീറ്റെയിലിംഗ് എന്ന് പറയുന്നത് 30% ആണ് അതിന്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അതിന്റെ കാറ്റഗറി ലോ ആണ്. ഇനി നമ്മൾ കാറ്റഗറി നോക്കുവാണെങ്കിൽ, അതായത്
ഹൈ കാറ്റഗറിയിൽ വരുന്നതാണെങ്കിൽ അതെന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 70% ആണ്. ഓക്കെ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 70% ഹൈ കാറ്റഗറിയിലും, അതുപോലെ തന്നെ 40 to 69% വരുന്നത് നമ്മുടെ മീഡിയം കാറ്റഗറിയിലും, ലെസ് ദാൻ 40% ആണെങ്കിൽ അത് ലോ കാറ്റഗറിയിലും. നമ്മൾ നോക്കുകയാണെങ്കിൽ പറയാം ബ്ലോക്ക് 4 യൂണിറ്റ് 11 എത്തിക്സ് ഇൻ റീറ്റൈലിംഗ്, അത് 30% ആണ് അതിന്റെ പ്രോബബിലിറ്റി വന്നിരിക്കുന്നത്. അത് കാറ്റഗറി വന്നിരിക്കുന്നത് ലോയിലാണ്. ലോ എന്ന് പറയുമ്പോൾ ലെസ് ദാൻ 40% വരുന്നതുമാണ്. ഇനി നമ്മൾ നോക്കുന്നത് ഏതൊക്കെയാണ് ഹൈ ആൻഡ് മീഡിയം ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അതായത് നമുക്കിപ്പം ലാസ്റ്റ് ഒരു എന്താ പറയണ്ടേ, ലാസ്റ്റ് 10 ക്വസ്റ്റ്യൻ പേപ്പറിൽ, അതായത് ഏഴ് ക്വസ്റ്റ്യൻസും, അതായത് 7 പ്രാവശ്യം വന്നിട്ടുള്ളത് ഏതൊക്കെയാണ്, അതേപോലെ തന്നെ ഹൈ ഇമ്പോർട്ടൻസ് ഉള്ളത് മീഡിയം ടോപ്പിക്സ് ഏതൊക്കെയാണ്, ഹൈ ഇമ്പോർട്ടന്റ് ടോപ്പിക് ഏതാണ്, മീഡിയം ഇമ്പോർട്ടന്റ് ടോപ്പിക് ഏതെന്നുള്ളത് നമ്മൾ നോക്കുന്നത്. H1 H2 എന്നൊക്കെ പറയുന്നത് ഹൈയും, M1 M2 എന്ന് പറയുന്നത് മീഡിയം ടോപ്പിക്കുമാണ്. നമ്മൾ നോക്കുവാണെങ്കിൽ ഇതിൽ ഗ്രോത്ത് ഓഫ് റീറ്റെയിലിംഗ് എന്ന് പറയുന്നത് അത് പ്രസന്റ് ചെയ്തിരിക്കുന്നത്, അതായത് അത് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത് 7 ഓഫ് ലാസ്റ്റ് 10 പേപ്പേഴ്സിൽ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഗ്രോത്ത് ഓഫ് റീറ്റെയിലിംഗ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മീഡിയം കാറ്റഗറിയിൽ വരികയാണെങ്കിൽ അതിൽ 6 ഔട്ട് ഓഫ് 10 ഇതിൽ പേപ്പേഴ്സിൽ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഡിസിഷൻ പ്രോസസ്, ഡയഗ്രാം ഓർ എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഡിസിഷൻ പ്രോസസ് എന്തെന്നുള്ളതും അതിന്റെ ഡയഗ്രാംസ്, എക്സ്പ്ലനേഷൻ എന്നുള്ളത്. അതുപോലെ തന്നെ മീഡിയം കാറ്റഗറിയിൽ വരുന്നതാണ് 6 ഓഫ് 10 പേപ്പേഴ്സിൽ വന്നിട്ടുള്ളതാണ് ബിഹേവിയറൽ ഫാക്ടേഴ്സ് അപ്പിയർ ആസ് എ ലിസ്റ്റ് ഓർ ഡിസ്കഷൻ എന്ന് പറയുന്നത് നമ്മുടെ മീഡിയം പേപ്പറിൽ വന്നിട്ടുള്ളതാണ്. അതുപോലെ തന്നെ മോഡേൺ ഫോർമാറ്റ് ക്വസ്റ്റ്യൻ, അതായത് മോഡേൺ ഫോർമാറ്റ് ക്വസ്റ്റ്യനിൽ ഡെഫിനിഷൻ പ്ലസ് ടൈപ്പ് ഓർ എക്സാമ്പിൾസ് അത് അപ്പിയർ ചെയ്തിരിക്കുന്നത് 5 ഓഫ് 10 പേപ്പേഴ്സിലാണ്, ഫ്രീക്വന്റ്ലി ആസ് എ ലോങ് ആൻസർ ആയിട്ടാണ്. ദെൻ അടുത്ത് നോക്കുകയാണെങ്കിൽ മീഡിയം 4 എന്ന് പറയുന്നത് സപ്ലയർ ഇവാലുവേഷൻ ഓർ സെലക്ഷൻ കംസ് ഇൻ 5 ഓഫ് 10 പേപ്പേഴ്സ് ആൻഡ് മോസ്റ്റ്ലി ആസ് എ മിഡ് ലെങ്ത് എന്ന് പറയുന്നത് 7 to 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. അതുപോലെ തന്നെ മീഡിയം 5 വരുവാണെങ്കിൽ വിഷ്വൽ മെർക്കൻഡൈസിംഗ് കോമ്പോണൻസ് അപ്പിയർ ഇൻ 4 ഓഫ് 10 പേപ്പേഴ്സ് ഓഫർ ഡയഗ്രാം ഓർ ലേ ഔട്ട് ഡിസ്കഷൻ, വിഷ്വൽ മെർക്കൻഡൈസിംഗും അതിന്റെ കോമ്പോണൻസും. അതുപോലെ തന്നെ മീഡിയം 6 റോൾ ഓഫ് ടെക്നോളജി ഇൻ റീറ്റെയിലിംഗ് അപ്പിയേഴ്സ് 4 ഓഫ് 10 പേപ്പേഴ്സ് ആൻഡ് ഐദർ ജനറിക് ഓർ ലിങ്ക് ടു സ്പെസിഫിക് ടൂൾസ്. ഇനി അടുത്ത നമ്മൾ മീഡിയം 7 നോക്കുവാണെങ്കിൽ ഡീറ്റെയിലിംഗ് കൺസെപ്റ്റ്, അതിന്റെ പ്രോസ് ആൻഡ് കോൺസ്, അതായത് അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജസ് ഒക്കെ അപ്പിയേഴ്സ് ഇൻ 4 ഓഫ് 10 പേപ്പേഴ്സ്, സംടൈംസ് ഇറ്റ് കമ്പൈൻഡ് വിത്ത് റൂറൽ റീറ്റെയിലിംഗ്. ഇനി നമ്മൾ നോക്കുന്നത് ലോ ടോപ്പിക്സ് ആണ് ഏതൊക്കെയാണെന്നുള്ളത്. ഫസ്റ്റ് L1, അതായത് ലോ 1 എന്ന് പറയുന്നത് എത്തിക് ക്വസ്റ്റ്യൻസ് അപ്പിയർ ഇൻ 3 ഓഫ് 10 പേപ്പേഴ്സ് ബട്ട് ക്യാരി ഡീസന്റ് മാർക്സ് വെൻ ദേ ഡു ഒക്കർ. ഇനി നമ്മൾ നോക്കുന്നത് ലോയിൽ ഒറ്റൊന്നാണ് നമ്മൾ ഇപ്പൊ കണ്ടിട്ടുള്ളത്. ഇനി നമ്മൾ നോക്കുന്നത് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഏതാണെന്നുള്ളതാണ്. അതായത് നമ്മൾ ഏറ്റവും കൂടുതൽ മുൻതൂക്കം കൊടുത്ത് പഠിക്കേണ്ട ക്വസ്റ്റ്യൻസ്, ഹൈ പ്രയോറിറ്റി ഏതാണ്, മീഡിയം പ്രയോറിറ്റി ഏതാണ്, ലോ പ്രയോറിറ്റി കൊടുക്കേണ്ട ടയർ ഏതാണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് ടയർ 1, അതായത് 3 ടയർ ആയിട്ടാണ് ഉള്ളത്, മീഡിയം, ഹൈ ആൻഡ് ലോ. ഫസ്റ്റ് ടയർ 1 ഹൈ പ്രയോറിറ്റി എന്ന് പറയുന്നത് അതായത് 70% ആണ്, ഗ്രേറ്റർ ദാൻ 70% വരുന്നതാണ്. ഒന്നെന്ന് പറയുന്നത് ഫങ്ഷൻസ് ഓഫ് റീറ്റെയിലർ, അതുപോലെ തന്നെ ഇമ്പോർട്ടൻസ് ഓഫ് റീറ്റെയിലിംഗ് എന്നുള്ളത്. നമ്മൾ എന്ത് ചെയ്യുക, പഠിക്കുന്ന സമയത്ത് ഫങ്ഷൻസ് ഓഫ് എ റീറ്റെയിലറും ഇമ്പോർട്ടൻസ് ഓഫ് റീറ്റെയിലിംഗ് കുറച്ചും കൂടി പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് തന്നെ പഠിക്കാം. അതിന്റെ ഒരു ക്ലിയർ സ്ട്രക്ചർ, അതുപോലെ തന്നെ അതിന്റെ ഡയഗ്രാംസ്, അതുപോലെ തന്നെ അതിന്റെ റിലവൻസ്, അതുപോലെ തന്നെ ഇപ്പൊ റീസെന്റ് ആയിട്ടുള്ള ഇന്ത്യൻ എക്സാമ്പിൾസ് ഒക്കെ വെച്ചുകൊണ്ട് എന്ത് ചെയ്യാം, ആ കാര്യങ്ങൾക്ക് ഹൈ പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് നോക്കാം. അതുപോലെ തന്നെ 10 മാർക്കിന്റെ എസ് എ ഒക്കെ ആണെങ്കിൽ 5 മിനിറ്റ് നമ്മൾ എന്ത് ചെയ്യുക, അത് പ്ലാൻ ചെയ്യുക, അതിന്റെ ഹെഡിങ്ങും കാര്യങ്ങളൊക്കെ. അതായത് ഇപ്പം ഇമ്പോർട്ടൻസ് ഓഫ് റീറ്റെയിലിംഗ്, ഫങ്ഷൻസ് ഓഫ് റീറ്റെയിലിംഗ്, നമുക്കതൊരു 10 മാർക്കിന്റെ എസ് എ ആയിട്ടാണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ 5 മിനിറ്റ് മാത്രം അതിനെ അലോക്കേറ്റ് ചെയ്തിട്ട്, അതായത് നമ്മളൊരു 10 to 15 മിനിറ്റിൽ 5 മിനിറ്റ് നമ്മൾ ആലോചിക്കുക എന്തൊക്കെ നമ്മൾ എഴുതണം. അതായത് ഫങ്ഷൻസ് എഴുതണം, റീറ്റെയിലർ എന്തെന്ന് എഴുതണം, അപ്പം അതിന് ഇൻട്രൊഡക്ഷൻ എഴുതണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആദ്യം എന്ത് ചെയ്യുക, നമ്മൾ ആലോചിച്ച് വെച്ചിട്ട് ഒരു 12 to 15 മിനിറ്റിനുള്ളിൽ എന്ത് ചെയ്യാം, നമ്മളത് കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിൽ ഫോക്കസ് ചെയ്യുക. ഈ ആൻസേഴ്സ് എന്ത് ചെയ്യുക, നമ്മൾ ഒന്നും കൂടി റിപ്പീറ്റ് ആയിട്ട് ആദ്യം എന്ത് ചെയ്യുക, പഠിക്കുക, വായിക്കുക, ഒന്ന് എഴുതി നോക്കുക കേട്ടോ. അതുപോലെ തന്നെ ടയർ 2 വരുന്നതാണ്, മീഡിയം പ്രയോറിറ്റിയിൽ വരുന്നതാണ് 40 to 69% എന്ന് പറയുന്നത്. അതായത് കൺസ്യൂമർ ബിഹേവിയർ, ഡിസിഷൻ പ്രോസസ്സ്, ഫോർമാറ്റ്, സോഴ്സിംഗ്, വിഷ്വൽ മെർക്കൻഡൈസിംഗ് ടെക്നോളജി ആൻഡ് ഡീറ്റെയിലിംഗ്. ഇതൊക്കെ എന്ത് ചെയ്യാം, നമ്മൾ എക്സാമിന്റെ ഒരു റെഡി നോട്ട്സ്, അതായത് നമ്മളിപ്പോൾ ഓരോരുത്തരും പഠിച്ചു കഴിഞ്ഞവരാണ്, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഇതിന്റെ ഒരു ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കുക. എന്നിട്ട് ഇതിന്റെ ഡെഫിനിഷൻസ്, അതുപോലെ തന്നെ ഒരു 4 to 6 കീ പോയിന്റ്സ്, അതുപോലെ തന്നെ ഒരു എക്സാമ്പിൾ ഒക്കെ കോട്ട് ചെയ്തുകൊണ്ട് കൺസ്യൂമർ ബിഹേവിയർ എന്ത് എന്നുള്ളത്, അതിന്റെ ഒരു ഡെഫിനിഷൻ, അതുപോലെ തന്നെ വിഷ്വൽ മെർക്കൻഡൈസിംഗ്, അതിന്റെ ഒരു 2-3 പോയിന്റ്സ് നമുക്ക് ഒരു ഷോർട്ട് നോട്ട്, ഒരു മീഡിയം പ്രയോറിറ്റിയിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആയിട്ട് കണ്ടുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, നോട്ട്സ് തയ്യാറാക്കുക. ഈ വിഷ്വൽ മെർക്കൻഡൈസിംഗും കൺസ്യൂമർ ബിഹേവിയർ ഒക്കെ എഴുതുന്ന സമയത്ത് പ്രസന്റ് സിനാറിയോ വെച്ചിട്ടുള്ള എക്സാമ്പിളും കോട്ട് ചെയ്യാൻ നോക്കാം.
അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യാം, ഈ കാര്യങ്ങളൊക്കെ ഞാനിപ്പോ പറഞ്ഞു നമ്മൾ പ്രാക്ടീസ് ചെയ്യാന്നുള്ളത്. ഒന്നിക്കൽ എന്ത് ചെയ്യാം, നമുക്ക് രണ്ട് തരത്തിൽ ചെയ്യാം. ഒന്നെന്ന് പറയുന്നത് എന്ത് ചെയ്യാം, നമ്മൾ എഴുതി പഠിക്കാം. അതുപോലെ തന്നെ എന്ത് ചെയ്യാം, നമ്മൾ എഴുതി പഠിക്കുക, അല്ലെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ എന്ത് ചെയ്യുക, പഠിപ്പിക്കുക. ഒരു ടീച്ചറായിട്ട് നമ്മൾ നമ്മളെ തന്നെ പഠിപ്പിക്കുന്ന രീതിയിൽ എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്യുക. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരും. എക്സാം ഹാളിൽ പോയി കഴിഞ്ഞാലും നമ്മൾ എന്താണ്, നമ്മളെ തന്നെ ഒന്ന് പറഞ്ഞു പഠിപ്പിച്ചതാണ് അല്ലെ. അപ്പൊ നമുക്ക് ആ രീതിയിലും എന്ത് ചെയ്യാം, നമ്മൾ ഇനി ഫോക്കസ് ചെയ്യാം. അതുപോലെ തന്നെ ഈ ലോ പ്രയോറിറ്റിയിൽ വരുന്നതാണ് 40%, ലെസ് ദാൻ 40% വരുന്നതാണ് ഒന്ന് ഫോർ എത്തിക്സ്. അതായത് ലോ പ്രോബബിലിറ്റി ടോപ്പിക്സ് ആണ് ഇത്, ലോ എത്തിക്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അതൊക്കെ 120 to 150 വേർഡ്സിൽ എന്ത് ചെയ്യുക, നമ്മൾ ആൻസർ എഴുതാൻ നോക്കുക. നമ്മൾ ഓരോ ടോപ്പിക്കും, അതായത് ഈ ടയർ 1 ടോപ്പിക്സ് ഒക്കെ എന്ത് ചെയ്യുക, ടയർ 2 ടോപ്പിക്സ് നമ്മളിപ്പോ പറഞ്ഞത് നിങ്ങൾ എന്ത് ചെയ്യുക, നല്ലപോലെ പ്രാക്ടീസ് ചെയ്യുക. 1-2 തവണ എഴുതിയിട്ടോ സ്വന്തമായിട്ട് പഠിപ്പിച്ചിട്ടോ എന്ത് ചെയ്യുക, കൂടുതൽ നോട്ട്സും കാര്യങ്ങളും പ്രിപ്പയർ ചെയ്തുകൊണ്ട് തന്നെ എക്സാമിന് ജസ്റ്റ് നമ്മൾ കയറുന്നതിന് മുമ്പ് ഒന്ന് നോക്കുന്ന തരത്തിൽ ഒരു കീ പോയിന്റ്സ് ഒക്കെ ഉണ്ടാക്കി വെച്ച് പ്രിപ്പയർ ചെയ്യുക. ഇനി നമ്മൾ ലാസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കൊരു പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട് എന്നുള്ളത്. അതായത് നമ്മുടെ മാർക്ക് എന്ന് പറയുന്നത്, മാക്സിമം മാർക്ക് എന്ന് പറയുന്നത് 100 ആണ്. നമ്മുടെ ടൈം 3 hours ആണ്. നമ്മുടെ പേപ്പർ ഏതാണെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു, BRL 101 ഓവർവ്യൂ ഓഫ് റീറ്റെയിലിംഗ്. അപ്പം നമുക്ക് ഇതിൽ വരുന്ന ക്വസ്റ്റ്യൻസ്, അതായത് പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത്. ഇതിന്റെ ആൻസേഴ്സ് നമ്മുടെ ആപ്പിൽ തന്നെ അവൈലബിൾ ആയിരിക്കും. ഇതിൽ അറ്റംപ്റ്റ് 5 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് അറ്റംപ്റ്റ് ചെയ്യേണ്ടത്. അതായത് ഓൾ ക്വസ്റ്റ്യൻസ് ക്യാരി ഈക്വൽ മാർക്കാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, discuss the concept of retailing and its significance for the Indian economy and explain how retailer perform different functions in the distribution channel and to create value for customers and manufacturers. ഒരു 20 മാർക്കിന്റെ എസ്സേ ക്വസ്റ്റ്യൻ ആണ് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇതിൽ എഴുതുന്ന സമയത്ത് ഇൻട്രൊഡക്ഷൻ കൊടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, അതിന്റെ കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ എഴുതുക, ബോഡി പാർട്ടിലേക്ക് വരിക, ദെൻ ലാസ്റ്റ് എന്ത് ചെയ്യുക, അത് കൺക്ലൂഡ് ചെയ്യുക. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്, വാട്ട് ഈസ് മീൻ ബൈ കൺസ്യൂമർ ബിഹേവിയർ ഇൻ റീറ്റെയിലിംഗ് and describe the stages of consumer buying decision process. Illustrate your answer with a suitable retail buying example. ഇതും നമുക്ക് ഒരു 5+15, അതായത് 5 മാർക്ക് എന്ന് പറയുന്നത് ഫസ്റ്റ് കൺസ്യൂമർ ബിഹേവിയർ ഇൻ റീറ്റെയിലിംഗിനും ബാക്കി 15 മാർക്ക് താഴെ വരുന്നത്. അതായത് നമ്മുടെ ആ ഒരു സ്റ്റേജസിനും എക്സാമ്പിൾസിനും ആണ്, അങ്ങനെയാണ് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത് എഴുതുമ്പോഴായാലും എന്താണ് കൺസ്യൂമർ ബിഹേവിയർ എന്നുള്ളതും അതുപോലെ തന്നെ അതിന്റെ ഫീച്ചേഴ്സും ഒബ്ജക്റ്റീവ്സും കാര്യങ്ങൾ, അതിന്റെ സ്റ്റേജസ് ഒക്കെ വരച്ച് തന്നെ ചെയ്യാം. അതിനുശേഷം ഓരോന്നും ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതാം. അതിനുശേഷം എന്ത് ചെയ്യാം, നമ്മൾ ഒരു എക്സാമ്പിൾ, പ്രസന്റ് സിനാറിയോ വെച്ചിട്ടുള്ള ഒരു എക്സാമ്പിൾ കോട്ട് ചെയ്യാം. തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, എക്സ്പ്ലെയിൻ ദ ടേം സോഴ്സിംഗ് ഇൻ റീറ്റെയിലിംഗ് ആൻഡ് ഡിസ്കസ് ദ മേജർ ഫാക്ടേഴ്സ് ദാറ്റ് എ റീറ്റെയിലർ ഷുഡ് കൺസിഡർ വൈ ടേക്കിംഗ് ഡൊമസ്റ്റിക് ആൻഡ് ഗ്ലോബൽ സോഴ്സിംഗ് ഡിസിഷൻസ്. ഇതും മാർക്ക് സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത് 5+15 ആയിട്ട് തന്നെയാണ്. 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം എക്സ്പ്ലെയിൻ ചെയ്യുക എന്താണ് സോഴ്സിംഗ് എന്നുള്ളത്, അതുപോലെ തന്നെ അതിന്റെ മേജർ ഫാക്ടേഴ്സും കാര്യങ്ങളൊക്കെ എഴുതാം. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഡിസ്കസ് ദ ഒബ്ജക്റ്റീവ് ഓഫ് സ്റ്റോർ ഡിസൈൻ ഇൻ റീറ്റെയിലിംഗ് ആൻഡ് എക്സ്പ്ലെയിൻ ഹൗ സ്റ്റോർ ലേഔട്ട്, അറ്റ്മോസ്ഫിയറിക് ആൻഡ് വിഷ്വൽ മെർക്കൻഡൈസിംഗ് കളക്റ്റീവ്ലി ഇൻഫ്ലുവൻസ് കസ്റ്റമർ എക്സ്പീരിയൻസ് ആൻഡ് സെയിൽസ്. അപ്പം ഇതും നമുക്ക് എന്താണ്, വിഷ്വൽ മെർക്കൻഡൈസിംഗ് എന്നുള്ള ആ ഒരു ചാപ്റ്ററിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഒരു 20 മാർക്കിന്റെ എസ്സേ ടൈപ്പ് ആണ് വന്നിരിക്കുന്നത്. അപ്പം ഇതും എന്ത് ചെയ്യുക, ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ വരച്ചിട്ടും അതുപോലെ തന്നെ സ്റ്റോർ ലേഔട്ടിന്റെ കാര്യങ്ങളും അതുപോലെ തന്നെ വിഷ്വൽ മെർക്കൻഡൈസിംഗും ഓരോന്നും എടുത്ത് അണ്ടർലൈൻ ചെയ്ത് സബ് പോയിന്റ്സ് ആക്കിയിട്ടൊക്കെ എഴുതാൻ നോക്കുക. അടുത്ത ഫിഫ്ത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വാട്ട് ഈസ് മീൻ ബൈ ഇ-ടെയിലിംഗ് ആൻഡ് എക്സ്പ്ലെയിൻ ദ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ചാലഞ്ചസ് ദാറ്റ് ഇ-ടെയിലിംഗ് പ്രസന്റ് ഫോർ എ ബ്രിക്ക് ആൻഡ് മോർട്ടർ റീറ്റെയിലർ ആൻഡ് പ്ലാനിംഗ് ടു അഡോപ്റ്റ് ആൻ ഒമിനി ചാനൽ സ്ട്രാറ്റജി. ഞാൻ പറഞ്ഞു ഇതും നമുക്ക് എന്താ, ഇ-ടെയിലിംഗ് എന്നുള്ള ഒരു ചാപ്റ്ററിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇതും നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത് 5+15 ആണ്, അതായത് മാർക്കിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. അടുത്ത 6th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, what do you understand by franchising in retailing and describe the main types of retail franchise arrangement and discuss their advantages and limitation of both franchisor and franchisee. നമ്മൾ ഇതും എന്താണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് 5+15 ആയിട്ടാണ്. അപ്പൊ നമ്മൾ എന്താണ് ആദ്യം ഫ്രാഞ്ചൈസി ഇൻ റീറ്റെയിലിംഗ് എന്താണെന്നുള്ളത് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്ത് എഴുതാം. അതുപോലെ തന്നെ എന്ത് ചെയ്യുക, അതിന്റെ അഡ്വാൻറ്റേജസ്, ലിമിറ്റേഷൻസ്, ഫ്രാഞ്ചൈസർ എടുത്ത് നമ്മൾ എഴുതുമ്പോൾ സബ് ഹെഡിങ് ആയിട്ട്, അത് മെയിൻ ഹെഡിങ് ആയിട്ട് ഫ്രാഞ്ചൈസി എടുത്ത് കൊടുക്കുക, അവരുടെ അഡ്വാൻറ്റേജസ്, ലിമിറ്റേഷൻസ് എഴുതുക. അത് കഴിഞ്ഞ് അടുത്ത മെയിൻ ഹെഡിങ് ഫ്രാഞ്ചൈസിന് കൊടുക്കുക, ബുള്ളറ്റിനായിട്ട് അഡ്വാൻറ്റേജസ് എന്ത്, ലിമിറ്റേഷൻസ് എന്ത് എന്നുള്ളതും ക്ലിയർ ആയിട്ട്, അതായത് ഒരു 50 മാർക്കിന് എന്ന് പറയുമ്പോൾ നമ്മൾ അത്രയും ക്ലിയർ ആയിട്ട് തന്നെ എഴുതി കൊടുക്കാം. 7th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, എക്സ്പ്ലെയിൻ ദ ഇമ്പോർട്ടൻസ് ഓഫ് എത്തിക്സ് ഇൻ റീറ്റെയിലിംഗ് ആൻഡ് ഡിസ്കസ് ദ മേജർ എത്തിക്കൽ ആൻഡ് അൺഎത്തിക്കൽ പ്രാക്ടീസസ് ഒബ്സർവ്ഡ് ഇൻ റീറ്റെയിൽ സ്റ്റോഴ്സ് ആൻഡ് സജസ്റ്റ് മെഷേഴ്സ് ദാറ്റ് റീറ്റെയിലർ ക്യാൻ അഡോപ്റ്റ് ടു പ്രൊമോട്ട് എത്തിക്കൽ കോണ്ടക്ട്. അതും ഒരു 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് വന്നിരിക്കുന്നത്, എത്തിക്സ് ഇൻ റീറ്റെയിലിംഗ് എന്ന് പറയുന്നത്. അടുത്ത 8th ക്വസ്റ്റ്യൻ, അതായത് ലാസ്റ്റ് 8th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, റൈറ്റ് എ ഷോർട്ട് നോട്ട് എനി ഓഫ്
എനി 2 ഓഫ് ദ ഫോളോയിങ്, ഏതെങ്കിലും രണ്ടെണ്ണത്തിന്റെ ഒരു ഷോർട്ട് നോട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അത്രയും കോൺഫിഡന്റ് ആയിട്ടുള്ളത് വേണം നമ്മൾ എഴുതാൻ വേണ്ടിയിട്ട്. 10 മാർക്കാണ്, അതായത് ഒരു ഷോർട്ട് നോട്ടിന് 10, അങ്ങനെ രണ്ടെണ്ണമാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. 2, അതായത് അപ്പൊ 20 മാർക്കിനാണ് വന്നിട്ടുള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എ പാർട്ട് മോഡേൺ റീറ്റെയിൽ ഫോർമാറ്റ് ഇൻ ഇന്ത്യ, ബി എന്ന് പറയുന്നത് മെഷർ ഓഫ് റീറ്റെയിൽ സ്പേസ് പെർഫോമൻസ്, സി എന്ന് പറയുന്നത് ടെക്നോളജി ടൂൾസ് യൂസ്ഡ് ഇൻ റീറ്റെയിൽ ഓപ്പറേഷൻസ്. എക്സാമ്പിൾ ഇപ്പൊ പോയിന്റ് ഓഫ് സെയിൽ, ബാർകോഡ്, അതുപോലെ തന്നെ CRM, RFID, ഇതിനെ പറ്റിയിട്ടൊക്കെ ഒരു എന്ത് ചെയ്യാൻ ഷോർട്ട് നോട്ട്, അതായത് ടെക്നോളജി ടൂൾ യൂസ്ഡ് ഇൻ റീറ്റെയിൽ ഓപ്പറേഷൻസിൽ യൂസ് ചെയ്യുന്ന ടൂൾസ് ആണ് ഇതൊക്കെ. അപ്പൊ ഇതിന്റെ ഒരു ഷോർട്ട് നോട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. 10 മാർക്കാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ ഏതെങ്കിലും രണ്ടെണ്ണം, അറിയാവുന്ന രണ്ടെണ്ണം എഴുതാം. അപ്പൊ ഇത്രയാണ് നമ്മുടെ പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. ഈ ക്വസ്റ്റ്യൻ പേപ്പറും ഇതിന്റെ ആൻസേഴ്സും ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. അപ്പൊ ലേൺവൈസിന്റെ ലേണേഴ്സിന് ഇത് നമ്മുടെ ആപ്പിൽ നിന്ന് നോക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരും ഇപ്പം അറിയാം എക്സാമിന് ഓൾറെഡി പ്രിപ്പയർ ആയിട്ടിരിക്കുന്നവരാണ്. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് കണ്ട് ഒട്ടും ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് ഇത് തന്നെ ആവണമെന്നില്ല വരണം എന്നുള്ളത്. ഇത്രയും സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ക്വസ്റ്റ്യൻസ് വരാം. ഇതൊരു പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ മാത്രമാണ്. അപ്പം ഇതിലും സിമ്പിൾ ആയിട്ടായിരിക്കാം മേ ബി നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത്. റീറ്റെയിലിംഗ് എന്ന് പറയുന്നത് ഒരു ജനറൽ സബ്ജക്ട് തന്നെയാ പോലെ കാണുക. അപ്പൊ നമ്മൾ എഴുതുന്ന സമയത്ത്, അതായത് എക്സാമ്പിൾസ് ഒക്കെ എഴുതുമ്പോൾ പ്രസന്റ് സിനാരിയോ വെച്ചിട്ട് തന്നെ കോട്ട് ചെയ്യാൻ നോക്കുക. കൺസ്യൂമർ ഡിസിഷൻ പ്രോസസ് ഒക്കെ നല്ലപോലെ പഠിക്കുക. ഓരോ കാര്യങ്ങളും ഇപ്പൊ പറഞ്ഞു തന്നിട്ടുള്ള ഓരോ കാര്യങ്ങളും അത്ര തന്നെ ഇമ്പോർട്ടൻസ് കൊടുത്ത് ആ ഓരോരോ യൂണിറ്റും അത്രയധികം ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ നോക്കുക. ഇനി നമുക്ക് വേണ്ടത് ഒരു റിവിഷൻ ആണ്. ഇനി നമുക്കൊരു പഠിത്തമല്ല വേണ്ടത്. ഇവിടെ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ, അതായത് ഈ PYQല് നമ്മളിപ്പോൾ അനലൈസ് ചെയ്ത ഇത്രയും കാര്യങ്ങൾ വെച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ പഠിച്ച കാര്യങ്ങളെ ഒന്നും കൂടി ഒന്ന് റിവൈസ് ചെയ്യുക. അപ്പം എല്ലാവരും നല്ല രീതിയിൽ എക്സാം എഴുതുക. കാം ആൻഡ് കൂൾ ആയിട്ട് തന്നെ പോവുക. എക്സാം ഹാളിൽ കയറിയതിന് ശേഷം ഒരു 2 or 3 തവണ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ വായിക്കാം. കാരണം ആൻസേഴ്സ് ഒക്കെ നമ്മളെ കയ്യിലുണ്ട്, എവിടെയും പോകുന്നില്ല, നമ്മുടെ കയ്യിലുണ്ട് എഴുതാനുള്ളത്. നമ്മൾ അത് പേപ്പറിൽ നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് അറിയാവുന്ന പോലെ നമ്മളൊന്ന് ആലോചിച്ച് കാമൻ കൂളായിട്ട് ഇരുന്ന് എഴുതുക. അപ്പൊ ആരും ഒന്നും ടെൻഷനൊന്നും ആവണ്ട. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു ഓൾ ദ ബെസ്റ്റ് നേരുന്നു. അപ്പൊ എല്ലാവരും നന്നായിട്ട് എക്സാം എഴുതുക. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക, ഒന്ന് എഴുതി പഠിക്കുക, ഡയഗ്രാംസ് ഒക്കെ വരയ്ക്കുക, നല്ല രീതിയിൽ എക്സാം എഴുതുക. എനിവേ ഓൾ ദ ബെസ്റ്റ് ആൻഡ് താങ്ക് യു. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.